Hello dear students. നിങ്ങൾ എഴുതിയ എക്സാമിൻ്റെ സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എക്സാമൊക്കെ എല്ലാവരും നന്നായിട്ട് എഴുതിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അതിൽ ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് അപ്വേർഡ്സ് വിത്ത് എ വെലോസിറ്റി u. It passes through a certain point above the ground after time t1. For the time after which the body passes through the same point during the return journey. അപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ വെർട്ടിക്കലി അപ്വേർഡ് പ്രൊജക്റ്റ് ചെയ്തു. അപ്പോൾ ആ വെർട്ടിക്കലി അപ്വേർഡ് പ്രൊജക്റ്റ് ചെയ്ത ഒബ്ജക്റ്റിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് u ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ പാത്ത് എടുത്താൽ ആദ്യം ഒബ്ജക്റ്റ് വെർട്ടിക്കലി അപ്വേർഡ് ട്രാവൽ ചെയ്യുന്നു. പിന്നെ ഒരു മാക്സിമം ഹൈറ്റിൽ എത്തിയതിന് ശേഷം തീർച്ചയായിട്ടും അത് വെർട്ടിക്കൽ ഡൗൺവേർഡ് ഡയറക്ഷനിൽ വരും. അപ്പോൾ നമ്മൾ അതിൻ്റെ പാത്തിനെ ഇങ്ങനെ കൺസിഡർ ചെയ്തു. അപ്പോൾ നമ്മൾ ആ സെയിം പാത്തിൽ കൂടെയാണ് ഒബ്ജക്റ്റ് തിരിച്ചു വരുന്നത്. നമ്മളതിനെ രണ്ടായിട്ട് വരച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റി u എന്ന് വിചാരിച്ചു. ക്വസ്റ്റ്യൻ അത് പറയുന്നത് ഇവിടെ എവിടെയെങ്കിലും ഒരു പോയിൻ്റ് നമ്മൾ എ എടുത്താൽ ആ എയിലേക്കുള്ള ഹൈറ്റ് നമ്മൾ h എന്ന് വിചാരിച്ചു. ആ ഹൈറ്റിൽ കൂടെ ഒബ്ജക്റ്റ് തീർച്ചയായിട്ടും രണ്ട് പ്രാവശ്യം പാസ് ചെയ്യും. ഒന്ന് ഡ്യൂറിങ് ദി അപ്വേർഡ് മോഷൻ ആൻഡ് അനദർ ഈസ് ഡ്യൂറിങ് ദി ഡൗൺവേർഡ് മോഷൻ. അപ്പോൾ നമ്മളോട് പറയുന്നത് സ്റ്റാർട്ടിങ് ടൈം 0 എന്ന് വിചാരിച്ചു. ഇത് എയിൽ വരുന്ന ആദ്യത്തെ സമയം നമുക്ക് t1 എന്ന ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. ഇത് രണ്ടാമത് വരുന്ന സമയം t2 എന്ന് വിചാരിക്കാം. ഇഫ് ടൈം ഈസ് മെഷേർഡ് ഫ്രം ദി സ്റ്റാർട്ടിംഗ് പോയിൻ്റ് നമ്മൾ O എന്ന് വിചാരിച്ചാൽ ഓയിൽ നിന്ന് എയിൽ വരാനെടുക്കുന്ന സമയം t1. ഓയിൽ നിന്ന് മാക്സിമം ഹൈറ്റിൽ പോയിട്ട് അത് എയിൽ തന്നെ തിരിച്ചു വരും. മനസ്സിലാക്കാൻ അതിനെ A' എന്ന് റെപ്രസെൻ്റ് ചെയ്തു. അതിനെടുക്കുന്ന സമയമാണ് t2 എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളതിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്കറിയാം ഈ രണ്ട് ടൈമിൽ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് h സെയിമാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ അറിയാമല്ലോ. ഡിസ്പ്ലേസ്മെൻറ്റ് y = ut + ½ at². നമുക്കറിയാം ഇവിടെ വൈയുടെ വാല്യൂ എടുക്കുമ്പം ഈ പോയിന്റിൽ റീച്ച് ചെയ്യുന്ന സമയത്ത് ഹൈറ്റ് h എന്ന് വിചാരിച്ചു. അപ്പോൾ h = ഇത് അപ്വേർഡ് ഡയറക്ഷനിലാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് പോസിറ്റീവാണ്. ദാറ്റ് ഈസ് ഇക്വൽ ടു ഇനിഷ്യൽ വെലോസിറ്റി u അപ്വേർഡ് പോസിറ്റീവ് എന്നെടുത്തു ഇൻറ്റു t മൈനസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി -g ആണ്, കാരണം അത് ഡൗൺവേർഡാണ്, ഇൻറ്റു t²/2 വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ഇത് സോൾവ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കറിയാം രണ്ട് ടൈമുകൾ കിട്ടും. ആ രണ്ട് ടൈമുകളാണ് നമ്മുടെ t1ഉം t2. കാരണം ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് രണ്ട് സൊല്യൂഷനുണ്ട്. ഇത് gt²/2 - ut + h = 0 വരും. അപ്പോൾ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിച്ചാൽ ഈ രണ്ട് ടൈം ഇൻ്റർവൽസ് കിട്ടും. ആ രണ്ട് ടൈം ഇൻ്റർവലുകൾ തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാമായിരിക്കും. അത് t1ഉം t2 ആണെങ്കിൽ t1 + t2 = 2u/g വരും. ആൻഡ് t1 t2 = 2h/g എന്ന് വരും. ഓർ h = g t1 t2/2. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ t1ഉം t2ഉം നമ്മൾ മെഷർ ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ആദ്യം h ഹൈറ്റിൽ വരാനെടുക്കുന്ന ടൈമാണ് t1. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് തന്നെ ഇവിടെ രണ്ടാമത് വരാനെടുക്കുന്ന സമയമാണ് t2. അവർ തമ്മിലുള്ള റിലേഷനാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് വേണ്ടിയത് എന്തുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എയിൽ ടൈം t1 റീച്ച് ചെയ്തു. അതിനുശേഷം ഇത് എയിൽ നിന്ന് A' വരുന്ന സമയം, അതായത് t2 - t1 ആണ് നമുക്ക് വേണ്ടിയത്. മനസ്സിലായല്ലോ. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ടോട്ടൽ ടൈം t2 അറ്റ് ഹൈറ്റ് h, സെക്കൻഡ് ടൈമിൽ ആദ്യത്തെ ടൈം t1. അപ്പോൾ t2 - t1 ആണ് നമുക്ക് വേണ്ടിയത്. മനസ്സിലായല്ലോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇക്വേഷൻ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഓയിൽ നിന്ന് എ വരെയുള്ള സമയം t1 ആണെങ്കിൽ തീർച്ചയായിട്ടും A' നിന്ന് ഓയിലേക്കുള്ള സമയവും t1 തന്നെയല്ലേ. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി u, തിരിച്ചു വരുമ്പോൾ സ്പീഡ് u തന്നെയാണ്, ആക്സലേഷൻ ത്രൂ ഔട്ട് സെയിം ആണ്. അതുകൊണ്ട് O മുതൽ A വരെയുള്ള സമയം t1 ആണെങ്കിൽ A' നിന്ന് തിരിച്ച് ഓയിൽ വരാനെടുക്കുന്ന സമയവും t1 തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ടോട്ടൽ ടൈം ഓഫ് മോഷൻ എടുക്കുമ്പം TOA + TAA' + TA' എന്നെടുക്കാം. അത് ടൈം ഓഫ് ഫ്ലൈറ്റ് Tക്ക് ഈക്വൽ. ഈ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് നമുക്കറിയാം 2u/g വരുന്നത്. ഈ TOAയും TA'യും എന്തുവാ t1. അപ്പോൾ ഇതിന് പകരം t1 കൊടുക്കാം, ഇതിന് പകരം t1 കൊടുക്കാം. അപ്പോൾ 2t1 വരും. പ്ലസ് TAA' ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ഇക്വൽ ടു ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് 2u/g. Therefore TAA' is equal to 2u/g - 2 × t1 വരും. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ അവിടെ 2 കോമൺ ആയിട്ട് എടുത്താൽ 2 × u/g - t1 വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 വരും. മനസ്സിലായല്ലോ. ഇത് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻസ് ആയിരിക്കും. പിന്നെ നമ്മൾ മാത്തമാറ്റിക്കലി മൊത്തം സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ റിലേഷൻസ് ഓർത്തിരുന്നാൽ നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും.
ഇനി അടുത്ത റിലേഷൻ നമ്മൾ പഠിച്ചിട്ട് കാണും. ഇവിടെ എച്ച് ഹൈറ്റിലെ വെലോസിറ്റി വി എന്ന് വിചാരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ T2 മൈനസ് T1 എന്ന് പറയുന്നത് 2v/g വരും. അപ്പോൾ അത് സിമ്പിളാണ്. ഇവിടെ v വെലോസിറ്റിയിൽ മുകളിലേക്ക് പോയി സെയിം ഹൈറ്റിൽ തിരിച്ചു വരുമ്പോൾ സ്പീഡ് v തന്നെയാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് v വെലോസിറ്റിയിൽ മുകളിലോട്ട് പോയിട്ട് സെയിം ഹൈറ്റിൽ തിരിച്ചു വരാനെടുക്കുന്ന സമയം 2u/gക്ക് സിമിലറായിട്ട് 2v/g എന്ന് കിട്ടും. അപ്പോൾ അതുകൂടെ അതിൻ്റെ കൂട്ടത്തിലൊന്ന് ഓർത്ത് വെക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ 3 വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ദി ഹൊറിസോണ്ടൽ റേഞ്ച് ആൻഡ് മാക്സിമം ഹൈറ്റ് ഓഫ് എ പ്രൊജക്റ്റൈൽ r/h എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഹൊറിസോണ്ടൽ റേഞ്ച് r = u² sin 2θ/g ആണ്. മാക്സിമം ഹൈറ്റ് h = u² sin² θ/2g വരും. ഇവിടെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തീറ്റ, ഇനിഷ്യൽ സ്പീഡ് u എന്നെടുത്തു. ഇത് നമുക്ക് ഇക്വേഷൻ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷനാണ്. ഇനി രണ്ടാമത് പ്രത്യേകത, if a constant acceleration is g/4 is imparted to the projectile due to wind, അങ്ങനെയാണെങ്കിൽ ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് വ്യത്യാസം രണ്ടാമത്തെ കേസിൽ വെർട്ടിക്കൽ മോഷന് മാറ്റമൊന്നുമില്ല. കാരണം എന്തുവാ, വെർട്ടിക്കൽ മോഷൻ എടുക്കുമ്പം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി തന്നെയാണ്. ഇനിഷ്യൽ വെലോസിറ്റി നമ്മൾ മാറ്റമൊന്നുമില്ല. ഇനിഷ്യൽ സ്പീഡ് u, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തീറ്റ, അത് ആദ്യത്തെ കേസിലും രണ്ടാമത്തെ കേസിലും സെയിം ആണ്. അവിടെ ആക്സിലറേഷൻ എടുക്കുമ്പം y ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി -g ഡൗൺവേർഡ് ഉണ്ട്. എക്സ് ഡയറക്ഷനിൽ നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ 1/4 ആണ് വിൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്സിലറേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ax = g/4 വരും. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് വെർട്ടിക്കൽ മോഷൻ മാത്രം എടുത്താൽ ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഇവിടെ ഗ്രൗണ്ടിൽ തിരിച്ചു വരുന്ന സമയത്ത് വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് y = 0 ആണ്. അപ്പോൾ നമ്മൾ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ y = u/t + ½ a/t² ആണ്. ഗ്രൗണ്ടിൽ വരുമ്പോൾ നമുക്കറിയാം y-യുടെ വാല്യൂ 0 വരും. ദാറ്റ് ഈസ് = uy ഇൻറ്റു താഴെ വരാനെടുക്കുന്ന സമയം ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് t വരും. ay എന്ന് പറയുന്നത് -g ആണ്. അപ്പോൾ -½ gt² വരും. ഒരു t ക്യാൻസലായി പോവും. t = 2uy/g എന്ന് വരും. അല്ലെങ്കിൽ അത് 2uy / ay എന്ന് വരും. അത് അറിയത്തില്ലെങ്കിലൊന്ന് ശ്രദ്ധിച്ചോണം. ഇവിടെ ഇനിഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി uy, ആക്സിലറേഷൻ്റെ വെർട്ടിക്കൽ ഡയറക്ഷൻ ay, ദെൻ ടൈം ഓഫ് ഫ്ലൈറ്റ് 2uy/ay എന്നാണ്. ഇവിടെ uy ആദ്യത്തെ കേസിലും രണ്ടാമത്തെ കേസിലും സെയിം ആണ്. പിന്നെ ആക്സിലറേഷൻ y ഡയറക്ഷനിൽ സെയിം ആണ്. അതുകൊണ്ട് ആദ്യത്തെ കേസിലെ ടൈം ഓഫ് ഫ്ലൈറ്റും രണ്ടാമത്തെ കേസിലെ ടൈം ഓഫ് ഫ്ലൈറ്റും സെയിം ആണ്. അപ്പോൾ തീർച്ചയായിട്ടും സെക്കൻഡ് കേസിലും ടൈം ഓഫ് ഫ്ലൈറ്റ് 2uy/ay, ദാറ്റ് ഈസ് = 2u sin θ/g എന്ന് വരും. ഇനി മാക്സിമം ഹൈറ്റ് സെയിം തന്നെയാണ്. കാരണം മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ ജനറലി നമുക്കറിയാമല്ലോ, ഇത് u² / 2ay എന്നാണ് വരുന്നത്. ഇവിടെ uy മാറ്റമില്ല, ay മാറ്റമില്ല. അതുകൊണ്ട് ഇവിടെ മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ എടുക്കുമ്പം രണ്ട് കേസിലും അത് സെയിം ആണ്, u² sin² θ/2g. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷനകത്ത് മാക്സിമം ഹൈറ്റ് രണ്ട് കേസിലും സെയിം ആണ്. അപ്പോൾ ഓപ്ഷൻ 1ഉം 2ഉം തെറ്റാണ്. ഇത് കാണുമ്പോഴേ മനസ്സിലാക്കുക. കാരണം ഇവിടെ h/2ഉം അവിടെ 2h ആണ് വരുന്നത്. അപ്പോൾ 3ഉം 4ഉം പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അടുത്ത ഹൊറിസോണ്ടൽ റേഞ്ച് കൂടെ കണ്ടുപിടിക്കണം. ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഹൊറിസോണ്ടൽ റേഞ്ച് എടുക്കുമ്പം ഇവിടെ എക്സ് ഡയറക്ഷനിലുള്ള ടോട്ടൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ r = ux ഇൻറ്റു t + ½ axt² എടുക്കണം. ഇവിടെ ux ഇൻറ്റു t എടുത്തിട്ട് അത് തീർച്ചയായിട്ടും r-ന് സിമിലർ ആണെന്ന് എഴുതിയാൽ ആൻസർ തെറ്റിപ്പോവും. ഇവിടെ എക്സ് ഡയറക്ഷനിൽ ഇപ്പോൾ ആക്സിലറേഷൻ ഉണ്ട്. അതുകൊണ്ട് ഹൊറിസോണ്ടൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് അല്ല. അപ്പോൾ ux ഇൻറ്റു t + axt²/2 വരും. മനസ്സിലായല്ലോ? ഇനി ux ഇൻറ്റു t എന്ന് പറയുന്നത് ആദ്യത്തെ ഹൊറിസോണ്ടൽ റേഞ്ചാണ്. അതായത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആദ്യം രണ്ടാമത് സെയിം ആണ്. ux രണ്ട് കേസിലും സെയിം ആണ്. അപ്പോൾ ux ഇൻറ്റു t എന്ന് പറയുന്നത് ഇത് r' എന്ന് എടുത്താൽ ux ഇൻറ്റു t ആദ്യത്തെ ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്. അപ്പോൾ ux ഇൻറ്റു tക്ക് പകരം നമുക്ക് r കൊടുക്കാം. ax-ന് പകരം എന്ത് കൊടുക്കാം? അത് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട്. വിൻഡിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് മോഷൻ്റെ ഡയറക്ഷനിൽ തന്നെ എടുക്കാം. അത് g/4 എന്ന് വരും. ഇൻറ്റു 1/2 ഉണ്ട്. t² പകരം u⁴. നമ്മൾ t² ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ t² പകരം 4u² sin² θ/g² എന്ന് വരും. ദാറ്റ് ഈസ് ഇക്വൽ ടു r പ്ലസ് ഇവിടെ 4 ക്യാൻസലായി പോയി, ബാക്കി u² sin² θ/2g വരും. പ്ലസ് u² sin² θ/2g. തീർച്ചയായിട്ടും u² sin² θ/2g എന്തുവാ? മാക്സിമം ഹൈറ്റ് h അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ റേഞ്ച് r' =
ആർ പ്ലസ് എച്ച് എന്ന് വരും. അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പം ഹൊറിസോണ്ടൽ റേഞ്ച് ആർ പ്ലസ് എച്ചും മാക്സിമം ഹൈറ്റ് എച്ച് തന്നെയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 വരും, ആർ പ്ലസ് എച്ച് ആൻഡ് എച്ച്. മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബോഡി വിത്ത് മൊമെൻറ്റം പി കൊളൈഡ്സ് വിത്ത് അനദർ ഐഡൻറ്റിക്കൽ സ്റ്റേഷനറി ബോഡി വൈ one dimensionally. During the collision y gives an impulse to the body x, then coefficient of restitution is. അപ്പോൾ അത് നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പാർട്ടിക്കിളുകൾ സ്ട്രെയിറ്റ് ലൈൻ പാത്തിലാണ് മൂവ് ചെയ്യുന്നത്, കൊളീഷൻ എല്ലാം 1 ഡയമെൻഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു പാർട്ടിക്കിൾ എക്സ്, അതിൻ്റെ മാസ് എം ആണ്, അതിനൊരു മൊമെൻറ്റം ഇനിഷ്യലി ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട് പി ആണ്. അനദർ മാസ് വൈ, അതിൻ്റെ മാസ് സെയിം തന്നെയാണ്, അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി നമ്മൾ u2 എന്നെടുത്തത് 0 ആണ്. ഫസ്റ്റ് മാസിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി നമുക്ക് u1 എന്നെടുക്കാം, സെക്കൻഡ് മാസിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. ഈ കൊളീഷൻ നടന്നു. കൊളീഷന് ശേഷം ഫസ്റ്റ് മാസിൻ്റെ വെലോസിറ്റി നമുക്ക് v1 എന്ന് വിചാരിക്കാം, ഇത് എക്സ്. സെക്കൻഡ് മാസിൻ്റെ വെലോസിറ്റി നമുക്ക് v2 എന്ന് റെപ്രസെൻ്റ് ചെയ്യും. ക്വസ്റ്റ്യനകത്ത് പറയുന്നത് കൊളീഷൻ്റെ സമയത്ത് y എന്ന് പറഞ്ഞ മാസ് എക്സ് എന്ന് പറഞ്ഞ മാസിലൊരു ഇമ്പൾസ് കൊടുത്തു, ആ ഇമ്പൾസ് J ആണ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഇത് കൊളീഷൻ നടക്കുമ്പോൾ നോർമൽ ഫോഴ്സാണ് ഇമ്പൾസീവ് ഫോഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ എക്സ് എന്ന് പറഞ്ഞ മാസിന് കിട്ടുന്ന ഇമ്പൾസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും, അത് നമ്മൾ J എന്ന് റെപ്രസെൻ്റ് ചെയ്യും. എക്സ് എന്ന് പറഞ്ഞ മാസിന് ഇത് ഹിറ്റ് ചെയ്യുമ്പോൾ മറ്റേ മാസ് തിരിച്ചൊരു നോർമൽ ഫോഴ്സ് കൊടുക്കും, അത് ലെഫ്റ്റ് സൈഡിലോട്ടാണെന്ന് നമ്മൾ J എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട് തിരിച്ച് ഈ എക്സ് എന്ന് പറഞ്ഞ മാസ് വൈക്ക് കൊടുക്കുന്ന ഇമ്പൾസ് അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. കാരണം കൊളീഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവർ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഫോഴ്സാണ്. ഇൻറ്റേർണൽ ഫോഴ്സ് മാത്രമേ ഉള്ളത് കൊണ്ട് ഈ ഇമ്പൾസീവ് ഫോഴ്സസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമ്പൾസസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും എക്സിന് കിട്ടുന്ന ഇമ്പൾസ് J ആണെങ്കിൽ തിരിച്ച് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഇമ്പൾസ് ആർക്ക് കിട്ടും? വൈക്ക് കിട്ടും. മനസ്സിലായല്ലോ. ഇനി ഇമ്പൾസ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെൻറ്റമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സെക്കൻഡ് മാസ് വൈ എടുത്താൽ വൈയുടെ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഈസ് ഈക്വൽസ് ടു ഇമ്പൾസ് എന്ന് എഴുതാം. ചേഞ്ച് ഇൻ മൊമെൻറ്റം ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനിഷ്യൽ മൊമെൻറ്റം അല്ലേ. ഇതിൻ്റെ വെലോസിറ്റി v2 ആണെങ്കിൽ ഫൈനൽ മൊമെൻറ്റം ഓഫ് y എന്ന് പറയുന്നത് m ഇൻറ്റു v2 മൈനസ് ഇനിഷ്യൽ മൊമെൻറ്റം ഓഫ് y എന്ന് പറയുന്നത് 0 ആണ്. കാരണം എന്തുവാ? അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. സോ m ഇൻറ്റു v2 മൈനസ് 0 ഈസ് ഈക്വൽ ടു ഇമ്പൾസ് J എന്ന് വരും. അപ്പോൾ നമുക്ക് v2 കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു J ബൈ m. v2 എന്ന് പറയുന്നത് കൊളീഷന് ശേഷം വൈയുടെ വെലോസിറ്റിയാണ്, അത് J ബൈ m എന്ന് കിട്ടി. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഇമ്പൾസ് രണ്ട് പേർക്ക് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എന്ന് നമുക്കറിയാം, അത് വെച്ചിട്ടാണ് നമ്മൾ v2 കണ്ടുപിടിച്ചത്. മനസ്സിലായല്ലോ. ഇനി കൊളീഷന് മുൻപത്തെ സിറ്റുവേഷൻ എടുത്താൽ എക്സിൻ്റെ വെലോസിറ്റി നമ്മൾ u1 എന്ന് വിചാരിച്ചാൽ അത് m ഇൻറ്റു u1 ഈസ് ഈക്വൽ ടു p എന്ന് എഴുതാം. സോ u1 ഈസ് ഈക്വൽ ടു p ബൈ m എന്ന് എഴുതാം. ശരിയല്ലേ. ഫസ്റ്റ് മാസിൻ്റെ വെലോസിറ്റി ബിഫോർ കൊളീഷൻ ആണ് നമ്മൾ എഴുതിയ. മൊമെൻറ്റം ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി, സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു മൊമെൻറ്റം ബൈ മാസ്. മനസ്സിലായല്ലോ. ഇനി നമുക്കറിയാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടുത്ത പ്രിൻസിപ്പിൾ, ഏത് കൊളീഷൻ നടന്നാലും പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണെങ്കിലും ഇൻഇലാസ്റ്റിക് ആണെങ്കിലും പാർഷ്യലി ഇലാസ്റ്റിക് ആണെങ്കിലും കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം യൂസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ മൊമെൻറ്റം ടോട്ടലി എടുക്കുക, കൊളീഷന് ശേഷം മൊമെൻറ്റം ടോട്ടലി എടുക്കുക, രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനിഷ്യൽ മൊമെൻറ്റം എടുത്താൽ ഈ എക്സ് എന്ന് പറഞ്ഞ മാസിൻ്റെ മൊമെൻറ്റം നമുക്ക് പി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനിഷ്യൽ മൊമെൻറ്റം ഓഫ് എക്സ് പി വരും. വൈ റെസ്റ്റിലാണ്, അതിൻ്റെ മൊമെൻറ്റം 0 ആണ്. സോ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ഈസ് പി പ്ലസ് 0 വരും. മനസ്സിലായല്ലോ. മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ എടുക്കുമ്പം ഫസ്റ്റ് മാസിൻ്റെ മൊമെൻറ്റം നമുക്ക് m ഇൻറ്റു v1 എന്ന് എഴുതാം. കാരണം വെലോസിറ്റി v1 എന്ന് വിചാരിച്ചു, അതപ്പോൾ m ഇൻറ്റു v1. സെക്കൻഡ് മാസിൻ്റെ മൊമെൻറ്റം നമുക്ക് m ഇൻറ്റു v2 ഈസ് ഈക്വൽ ടു J എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് m ഇൻറ്റു v2ന് പകരം ഡയറക്റ്റ് എന്ത് കൊടുക്കാം? അതിന് കിട്ടുന്ന ഇമ്പൾസ് ആണ്, അപ്പോൾ അത് J എന്ന് കൊടുക്കാം. മനസ്സിലായല്ലോ. m ഇൻറ്റു v2ന് പകരം നമ്മൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം m ഇൻറ്റു v2 മൈനസ് 0 J എന്നുണ്ട്, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് v1ൻ്റെ വാല്യൂ കിട്ടും. v1 ഈസ് ഈക്വൽ ടു p മൈനസ് J ഡിവൈഡഡ് ബൈ m. ഇനി കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ്റെ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യണം. മൈനസ് ഓഫ് റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ ഡിവൈഡഡ് ബൈ റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ. കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ നമുക്ക് E എന്ന് എടുക്കാം. ദാറ്റ് ഈസ് v2 മൈനസ് v1 ബൈ u1 മൈനസ് u2 എന്ന് എഴുതി. ഓർക്കുന്നുണ്ടല്ലോ, മൈനസ് ഓഫ് v2 മൈനസ് v1 ബൈ u2 മൈനസ് u1 ആണ്. അപ്പോൾ ആ മൈനസ് കളയാൻ വേണ്ടി താഴെ നേരെ തിരിച്ച് u1 മൈനസ് u2 എന്ന് എഴുതി. v2 നമുക്കറിയാം ഇവിടെ J ബൈ m ആണ്. അപ്പോൾ v2ന് പകരം J ബൈ m കൊടുത്തു. മൈനസ് v1ന് പകരം p മൈനസ് J ബൈ m കൊടുത്തു. ഡിവൈഡഡ് ബൈ u1 നമുക്കറിയാം p ബൈ m ആണ്.
U2 സീറോ അല്ലേ, സെക്കൻഡ് മാസിൻ്റെ വെലോസിറ്റി ബിഫോർ കൊളീഷൻ 0 ആണ്. അപ്പം U2-ൻ്റെ വാല്യൂ നമുക്ക് 0 വരും. ഓക്കെ, ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഇനി സോൾവ് ചെയ്താൽ മതി. ഇവിടെ എം കോമൺ ആയതുകൊണ്ട് ക്യാൻസലായി പോവും. ഇവിടെ ജെ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ജെ വരും, അപ്പോൾ 2j വരും. പിന്നെ ഇവിടെ മൈനസ് പി വരും, ഹോൾ ഡിവൈഡഡ് ബൈ പി എന്ന് വരും. ദാറ്റ് ഈസ് ഇക്വൽ ടു 2j/p മൈനസ് p/p 1 വരും. അപ്പോൾ നമുക്ക് കോഷ്യൻ്റോ റെസ്റ്റിറ്റ്യൂഷൻ്റെ ഇക്വേഷൻ കിട്ടി, 2j/p മൈനസ് 1. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ചെയ്ത ഇത്രേ ഉള്ളൂ. നമ്മൾ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിൻ്റെ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തു. പിന്നെ ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണ്. അപ്പോൾ ആ ചേഞ്ച് ഇൻ മൊമെൻറ്റം രണ്ട് പേർക്ക് സെയിം ആണ്. ഇതിൻ്റെ ഇമ്പൾസ് ചെയ്യുകയാണെങ്കിൽ അടുത്തതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. മാഗ്നിറ്റ്യൂഡ് രണ്ട് പേർക്ക് സെയിം ആണ്, അത് ശ്രദ്ധിച്ചോണം, ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമ്മുടെ ആൻസർ 2j/p മൈനസ് 1 എന്നാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഇത് വരും, 2j/p മൈനസ് 1 ആണ് നമുക്ക് ആൻസറായിട്ട് വരുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ അടുത്ത 10th ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാലോ, നമ്മളൊരു ക്യാപ്പിലറി ട്യൂബ് ലിക്വിഡിൽ വെച്ചിരിക്കുന്നു. അപ്പോൾ ആ ക്യാപ്പിലറി ട്യൂബിലെ ക്യാപ്പിലറി റൈസ് നമുക്ക് തന്നിട്ടുണ്ട് H ആണ്. അപ്പോൾ ആ ക്യാപ്പിലറി ട്യൂബിൻ്റെ കുറച്ച് പോർഷനും കൂടെ നമുക്ക് ലിക്വിഡിൻ്റെ ഇൻസൈഡിലുണ്ട്. അപ്പോൾ ആ ലിക്വിഡിൻ്റെ ഇൻസൈഡിലുള്ള ലെങ്തിൻ്റെ പ്രത്യേകത അത് ഈ ക്യാപ്പിലറി റൈസ് Hനെക്കാട്ടിലും കൂടുതലാണ്. ഈ ക്യാപ്പിലറി റൈസിൻ്റെ ഇക്വേഷൻ ഒക്കെ ഓർക്കുന്നുണ്ടല്ലോ. ഈ മെനിസ്കസിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ 6, ഇതിൻ്റെ മുകളിൽ അറ്റ്മോസ്ഫിയർ ആണ്, അറ്റ്മോസ്ഫിയർ പ്രഷർ P0. നമ്മൾ പഠിച്ചിട്ടുണ്ട് കോൺകേവ് സൈഡിലെ പ്രഷർ കോൺവെക്സ് സൈഡിലെ പ്രഷറിനെക്കാട്ടിലും കൂടുതലാണ്. അപ്പോൾ ഇവിടെ ലിക്വിഡിൻ്റെ സർഫസിന് മുകളിൽ കോൺകേവ് സൈഡും താഴെ കോൺവെക്സ് സൈഡും അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എല്ലാവർക്കും അറിയാം. ഈ ലിക്വിഡിൻ്റെ സർഫസിൽ ജസ്റ്റ് താഴെയുള്ള റീജിയനിലെ പ്രഷർ എടുത്താൽ മുകളിലെ പ്രഷർ P0, താഴത്തെ പ്രഷർ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് P0 മൈനസ് 2s/r വരും. S is സർഫസ് ടെൻഷൻ ആൻഡ് R is റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദി സർഫസ്. കാരണം അറിയാം എക്സസ് പ്രഷർ 2s/r ആണ് വരുന്നത്. അപ്പോൾ ഈ താഴത്തെ പ്രഷറിനെക്കാട്ടിലും 2s/r കൂടുതലാണ് മുകളിൽ. അപ്പോൾ മുകളിലത്തെ പ്രഷർ P0 ആണ്. അപ്പോൾ ആ P0യിൽ നിന്ന് 2s/r കുറച്ചാൽ അപ്പോൾ താഴത്തെ പ്രഷർ കിട്ടും. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ പ്രഷർ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് A എടുത്ത് ഇവിടെ ഒരു പോയിൻ്റ് B എടുത്തു. എയും ബിയും സെയിം ലിക്വിഡിൽ സെയിം ഹൊറിസോണ്ടൽ ലെവലിലാണ്. അപ്പോൾ പ്രഷർ അറ്റ് A is equal to പ്രഷർ അറ്റ് B വരും. ഓർക്കുന്നുണ്ടല്ലോ, ഇക്വിലിബ്രിയത്തിൽ പാസ്കൽസ് ലോ അനുസരിച്ച് ലിക്വിഡ് റെസ്റ്റിലിരിക്കുന്ന സമയത്ത് സെയിം ഹൊറിസോണ്ടൽ ലെവലിൽ സെയിം ലിക്വിഡിൽ പ്രഷർ സെയിം എന്നുള്ള പ്രിൻസിപ്പിൾ എടുത്തു. അപ്പോൾ ഇവിടെ ഔട്ട്സൈഡിൽ അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ ഈ സർഫസിലെ പ്രഷർ എടുക്കുമ്പോൾ നമ്മളവിടെ സർഫസ് ടെൻഷൻ്റെ എഫക്റ്റ് നെഗ്ലക്റ്റ് ചെയ്യും. കാരണം ലാർജ് കണ്ടെയ്നറിൽ സർഫസ് ടെൻഷൻ്റെ എഫക്റ്റ് നമുക്ക് കളയാം. പക്ഷേ ഈ ട്യൂബിനകത്തുള്ള നമുക്ക് ഇവിടെ കർവേച്ചർ എഫക്റ്റ് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. കാരണം ക്യാപ്പിലറി ട്യൂബിൻ്റെ റേഡിയസ് വളരെ കുറവാണ്. ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ പ്രഷർ അറ്റ് A എടുക്കുമ്പം നമ്മൾ ഈ ഹൈറ്റ് H ആണെങ്കിൽ ഇവിടുത്തെ പ്രഷർ P0 മൈനസ് 2s/r പ്ലസ് ഈ H ആയിട്ടുള്ള ലിക്വിഡ് കോളത്തിൻ്റെ പ്രഷർ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രഷർ അറ്റ് B അറ്റ്മോസ്ഫിയർ പ്രഷർ P0. അപ്പോൾ P0 ക്യാൻസൽ ആയി പോകും. സോ H(ρg) ഈസ് ഈക്വൽ ടു 2s/r എന്ന് വരും. ഇതാണ് ക്യാപ്പിലറി റൈസിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ട്യൂബ് നമ്മൾ ലിക്വിഡിൽ പ്ലേസിന് ശേഷം ക്ലോസ് ചെയ്തു. ഈ എൻഡ് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ലിക്വിഡിന് വെളിയിലെടുത്തു. ലിക്വിഡിന് വെളിയിലെടുക്കുമ്പോൾ ഇപ്പോൾ ഇതിനകത്ത് H+L ഹൈറ്റുള്ള ലിക്വിഡ് ഉണ്ട്. കാരണം ക്യാപ്പിലറി ട്യൂബിൻ്റെ L ലെങ്ത് ലിക്വിഡിനകത്തുണ്ട്, L ഗ്രേറ്റർ ദാൻ H ആണ്. ഇനി നമ്മളത് ഔട്ട്സൈഡിൽ എടുത്തിട്ട് ഇത് ഓപ്പൺ ആക്കും. ഓപ്പൺ ആക്കുന്ന സമയത്ത് ഈ ക്യാപ്പിലറി ട്യൂബിൽ എത്ര ഹൈറ്റുള്ള ലിക്വിഡ് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ഈ ക്യാപ്പിലറി ട്യൂബിനകത്തുള്ള ലിക്വിഡ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു കോൺകേവ് സർഫസ് വരും. ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് മാക്സിമം ലിക്വിഡ് ഇവിടെ നിൽക്കുന്ന സിറ്റുവേഷൻ എടുത്താൽ ഈ ലോവർ സർഫസ് കോൺവെക്സ് വരും. ഇപ്പോൾ ഇവിടെ കോൺകേവ് സർഫസും ഇവിടെ കോൺവെക്സ് സർഫസും ആണെന്ന് കൺസിഡർ ചെയ്യും. കാരണം ഇക്വിലിബ്രിയത്തിൽ ആക്കാൻ വേണ്ടിയിട്ട് ഈ സർഫസിൻ്റെ ഷേപ്പ് അത് അഡ്ജസ്റ്റ് ചെയ്യും. എന്നിട്ട് താഴെ നമുക്കൊരു കോൺവെക്സ് സർഫസ് കിട്ടും. ഈ രണ്ട് കേസിലും റേഡിയസ് ഓഫ് കർവേച്ചർ സെയിം എന്ന് വിചാരിക്കുന്നത്. പല പോസിബിലിറ്റീസ് ഉണ്ട്. ഇവിടുത്തെ റേഡിയസ് ഓഫ് കർവേച്ചറും ഇവിടുത്തെ റേഡിയസ് ഓഫ് കർവേച്ചറും ഒക്കെ ഡിഫറെൻ്റ് ആവാം. നമുക്ക് ഓപ്ഷനിലുള്ള പോസിബിലിറ്റി വെച്ചിട്ടാണ് നമ്മൾ ആൻസർ പറയുന്നത്. കാരണം ഇവിടെ റേഡിയസ് ഓഫ് കർവേച്ചർ സെയിം എന്നുള്ള അസംഷൻ വെച്ചിട്ട് ഇതിനകത്ത് നിൽക്കാൻ പറ്റുന്ന മാക്സിമം ഹൈറ്റ് ഓഫ് ദി ലിക്വിഡാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈ മാക്സിമം ഹൈറ്റ് ഓഫ് ദി ലിക്വിഡ് H' എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇവിടെ റേഡിയസ് ഓഫ് കർവേച്ചർ 6, ഇവിടെ റേഡിയസ് ഓഫ് കർവേച്ചർ 6, ഇവിടെ പ്രഷർ P0, ഇവിടെ പ്രഷർ P0. അപ്പോൾ നമ്മൾ പ്രഷറിൻ്റെ വേരിയേഷൻ എടുക്കുമ്പം ഈ ലിക്വിഡ് സർഫസിന് ജസ്റ്റ് താഴെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രഷർ P0 മൈനസ് എക്സസ് പ്രഷർ 2s/r വരും. ഇനി ഇവിടെ പ്രഷർ P0 ആണെങ്കിൽ ഇതിൻ്റെ മുകളിലെ കോൺകേവ് സൈഡല്ലേ,
അപ്പോൾ ഇവിടുത്തെ പ്രഷർ P0 പ്ലസ് 2S/R വരും. ഇവിടെ കോൺവെക്സ് സർഫസ് ആണെങ്കിൽ താഴെ അറ്റ്മോസ്ഫിയർ പ്രഷർ P0 ആണ്. കോൺകേവ് സൈഡിൽ എക്സസ് പ്രഷറും കൂടെ കൂട്ടണം. അപ്പോൾ ഈ ലിക്വിഡ് സർഫസിന് ജസ്റ്റ് മുകളിൽ പ്രഷർ P0 പ്ലസ് 2S/R കിട്ടും. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ഇക്വിലിബ്രിയത്തിൽ വരാൻ വേണ്ടിയിട്ട് പ്രഷറിൻ്റെ ഇക്വേഷൻ എഴുതുമ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് പ്രഷറിൻ്റെ ഇക്വേഷൻ എഴുതാം. ഇവിടെ പ്രഷർ P0 മൈനസ് 2S/R, അതിൻ്റെ കൂട്ടത്തിൽ H' ഹൈറ്റുള്ള ലിക്വിഡ് കോളത്തിൻ്റെ പ്രഷറും കൂടെ കൂട്ടിയാൽ ഇവിടുത്തെ പ്രഷർ കിട്ടും. അത് P0 പ്ലസ് 2S/Rന് ഈക്വൽ ആകുമ്പോഴാണ് ഇക്വിലിബ്രിയം വരുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രഷറിൻ്റെ ഇക്വേഷൻ എഴുതുമ്പം അത് P0 മൈനസ് 2S/R പ്ലസ് H' ρg എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു P0 പ്ലസ് 2S/R എന്ന് വരും. P0 രണ്ട് സൈഡിൽ നിന്ന് ക്യാൻസൽ ആയിപ്പോയി. സോ H' ρg ഈസ് ഈക്വൽ ടു 2S/R പ്ലസ് 2S/R 2 ഇൻറ്റു 2S/R വരും. ഇനി നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ 2S/R എന്തുവാ? H ρg. അപ്പോൾ 2S/Rന് പകരം നമുക്ക് H ρg കൊടുക്കാം. അപ്പം ρg ക്യാൻസൽ ആയിപ്പോട്ട് H' ഈസ് ഈക്വൽ ടു 2H എന്ന് വരും. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിച്ചത് ഇവിടെ നിൽക്കാൻ സാധ്യതയുള്ള മാക്സിമം ഹൈറ്റ് ഓഫ് ദി ലിക്വിഡാണ്. അപ്പോൾ അത് എത്രയാണെന്ന് വെച്ചാൽ ആൻസർ ഓപ്ഷൻ 3 വരും, 2H വരും. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് ഇവിടെ പ്രത്യേകത. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഡീവിയേഷൻ സഫേർഡ് ബൈ ദി റേ ആഫ്റ്റർ സക്സസീവ് 3 സക്സസീവ് റിഫ്ലക്ഷൻ. ഇവിടെ 3 റിഫ്ലക്ഷന് ശേഷം ടോട്ടൽ ഡീവിയേഷൻ കണ്ടുപിടിക്കണം, അതാണ് ചോദ്യം. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് അതിൻ്റെ റേ ഡയഗ്രാം ഇവിടെ വരച്ചിട്ടുണ്ട്. പിന്നെ മെത്തേഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ടു ഫൈൻഡ് ഔട്ട് ദി ടോട്ടൽ ഡീവിയേഷൻ ഇൻ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. വെറുതെ ഓരോ റിഫ്ലക്ഷൻ്റെ ഡീവിയേഷൻസ് എടുക്കുക, എല്ലാത്തിൻ്റെയും കൂടെ സം എടുത്താൽ ടോട്ടൽ ഡീവിയേഷൻ കിട്ടും. പക്ഷെ അവിടെ ശ്രദ്ധിക്കണം, നമുക്കറിയാം ഡീവിയേഷൻ എടുക്കുമ്പോൾ ഡിറക്ഷൻ നോക്കണം. ഇൻസിഡൻറ്റ് റേയിൽ നിന്ന് റിഫ്ലക്റ്റഡ് റേയിലേക്കാണ് ഓരോ ഡീവിയേഷനും. ഓരോ ഡീവിയേഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലാതെ പോസിറ്റീവ് എടുത്താൽ അടുത്ത ഡീവിയേഷൻ ക്ലോക്ക് വൈസ് ആണെങ്കിൽ നമ്മൾ നെഗറ്റീവ് എടുക്കണം. അപ്പോൾ ആ ഡിറക്ഷൻ ഓഫ് ഡീവിയേഷൻ നോക്കിയിട്ട് ഓരോ ഡീവിയേഷൻ്റെ സം എടുത്താൽ ടോട്ടൽ ഡീവിയേഷൻ കിട്ടും. ഇവിടെ ടോട്ടൽ ഡീവിയേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഇൻസിഡൻറ്റ് റേയും ഈ ഫൈനൽ റിഫ്ലക്റ്റഡ് റേയും തമ്മിലുള്ള ആംഗിളാണ്. അത് നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ ചില സിറ്റുവേഷനിൽ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഓരോ ഡീവിയേഷനും സെപ്പറേറ്റ് എടുക്കുക, എന്നിട്ട് എല്ലാത്തിൻ്റെയും കൂടെ സം എടുത്താൽ മതി. അപ്പോൾ നമ്മൾ അതിൻ്റെ റേ ഡയഗ്രത്തിൽ പ്രത്യേകം നോക്കുമ്പം ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 50 ഡിഗ്രിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സെയിം ആംഗിൾ ഓഫ് 50 ഡിഗ്രിയിൽ ഇത് റിഫ്ലക്ഷൻ നടക്കും. അപ്പോൾ ഇവിടുത്തെ ഗ്ലാൻസിങ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ 90 മൈനസ് 50 40 ഡിഗ്രി വരും. അതറിയാലോ, ഈ നോർമലും മിററും തമ്മിൽ ആംഗിൾ 90 ആണ്. അപ്പോൾ ഈ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ 50 ആണെങ്കിൽ മിററും ഈ റിഫ്ലക്റ്റഡ് റേയും തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ് നമ്മൾ ഗ്ലാൻസിങ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അത് 40 ഡിഗ്രി വരും. മനസ്സിലായല്ലോ? ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത റേ വരയ്ക്കുന്നതിന് മുൻപ് ഈ റിഫ്ലക്റ്റഡ് റേയും ഈ 2 മിററുകളും കൂടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യും. നമ്മൾ ഈ റിഫ്ലക്റ്റഡ് റേയും ഈ 2 മിററുകളും കൂടെ ട്രയാങ്കിൾ ഫോം ചെയ്തു. അതിൻ്റെ ഒരു ആംഗിൾ 30 ഡിഗ്രി, അടുത്ത ആംഗിൾ 40 ഡിഗ്രി. ഈ മൂന്നാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ ഈ ആംഗിൾ കിട്ടും. മനസ്സിലായല്ലോ? നമ്മൾ ഈ റേ ഡയഗ്രാം വരയ്ക്കുന്നതിന് മുൻപ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിറ്റുവേഷനാണ് പറഞ്ഞത്. ഈ റേയും ഈ മിററും കൂടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യും. അതിൻ്റെ ഒരു ആംഗിൾ 30 ഡിഗ്രി, അടുത്ത ആംഗിൾ 40 ഡിഗ്രി. അപ്പോൾ തീർച്ചയായിട്ടും മൂന്നാമത്തെ ആംഗിൾ 180 മൈനസ് ഓഫ് 40 പ്ലസ് 30 കിട്ടും. 40 പ്ലസ് 30 70, 180 മൈനസ് 70 തീർച്ചയായിട്ടും 110 ഡിഗ്രി വരും. അപ്പോൾ ഈ റേ ഓഫ് ലൈറ്റ് മിററുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ 110 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ നോർമൽ വരച്ചു, നോർമലും മിററും തമ്മിൽ ആംഗിൾ 90ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് 110ൽ നിന്ന് 90 കുറയ്ക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് 20 ഡിഗ്രി വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ കേസിൽ 20 ഡിഗ്രി വരും. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് സെയിം ആംഗിൾ 20 ഡിഗ്രിയിൽ റിഫ്ലക്ഷൻ നടക്കും. അപ്പോൾ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് രണ്ടാമത്തെ സിറ്റുവേഷനിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ട്രയാങ്കിളിൻ്റെ പ്രിൻസിപ്പിളുകളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓർത്തിരുന്നാൽ മതി. ഇനി നമ്മൾ വീണ്ടും ശ്രദ്ധിക്കുന്നത് 20 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ 70 ഡിഗ്രിയാണ്. ഈ റേ ഓഫ് ലൈറ്റും മിററും തമ്മിലുള്ള ഗ്ലാൻസിങ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ 70 ഡിഗ്രിയാണ്. അപ്പോൾ അഗൈൻ ഈ റിഫ്ലക്റ്റഡ് റേയും ഈ മിററുകളും കൂടെ ട്രയാങ്കിൾ ഫോം ചെയ്തു. അതിന് 2 ആംഗിൾസ് കിട്ടി, 70 ആൻഡ് 30. അപ്പോൾ 70 പ്ലസ് 30 നമുക്കറിയാം 100 കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഈ മൂന്നാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് 80 ഡിഗ്രി വരും. ശരിയല്ലേ? കാരണം ഈ 3 ആംഗിളും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 180 കിട്ടണം. അപ്പോൾ നോക്കി ഇവിടെ ഒരു നോർമൽ നമ്മൾ വരച്ചു. ഇത് ഓർത്തോണം, ഞാൻ വരച്ചത് അത്ര ക്ലിയർ അല്ല. ഇത് നോർമൽ ടു ദി സർഫസാണ്. ഈ നോർമലും മിററും തമ്മിൽ ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 80 ആണെങ്കിൽ മൂന്നാമത്തെ കേസിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I3 എന്ന് പറയുന്നത് 10 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് സെയിം ആംഗിൾ 10 ഡിഗ്രിയിൽ റിഫ്ലക്ഷൻ നടക്കും.
അതാണ് നമുക്ക് ഈ ഓരോ റിഫ്ലക്ഷൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് ഡീവിയേഷൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇൻ വൺ റിഫ്ലക്ഷൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു 180 മൈനസ് 2y, അല്ലെങ്കിൽ നമുക്കത് 2 ആൽഫ എന്ന് എഴുതാം. I is the angle of incidence and alpha is the glancing angle of incidence or reflection. എന്ന് പറഞ്ഞാൽ മിററും റിഫ്ലക്റ്റഡ് റേ ഇൻസിഡൻറ്റ് റേയും തമ്മിലുള്ള ആംഗിളാണ് നമ്മൾ അവിടെ ആൽഫ എന്ന് എടുത്തിരിക്കുന്നത്. കാരണം ആൽഫ പ്ലസ് I 90 ആണ്. കാരണം ഈ 40യും 50യും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 90 കിട്ടണം. ഇവിടെ I എന്ന് പറയുന്ന 50യും ആൽഫ എന്ന് പറയുന്ന ഫസ്റ്റ് കേസിൽ 40ആണ്. അപ്പോൾ ഫസ്റ്റ് ഡീവിയേഷൻ എടുക്കുമ്പം നമുക്ക് ആ D1 ഈസ് ഈക്വൽ ടു 2 ആൽഫ 1 എന്ന് എടുക്കാം. ആൽഫ 1 ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ റിഫ്ലക്റ്റഡ് റേയും മിററും തമ്മിലുള്ള ആംഗിൾ 40 ഡിഗ്രിയാണ്. അപ്പോൾ 2 × 40 80 ഡിഗ്രി വരും. ഇതാണ് ഫസ്റ്റ് ഡീവിയേഷൻ വരുന്നത്. ഇനി അതിൻ്റെ ഡിറക്ഷൻ നോക്കണം. ഡിറക്ഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇൻസിഡൻറ്റ് റേയുടെ ഡയറക്ഷൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. അത് മാറിപ്പോയക്കരുത്. ഇൻസിഡൻറ്റ് റേയുടെ ഡയറക്ഷൻ നമ്മൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് അവിടുന്ന് റിഫ്ലക്റ്റഡ് റേയിലേക്കാണ് ഡീവിയേഷൻ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കുമ്പം ആൻറ്റി ക്ലോക്ക് വൈസിലാണ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇൻസിഡൻറ്റ് റേയുടെ ഡയറക്ഷൻ ഇങ്ങോട്ട്, അവിടുന്ന് റിഫ്ലക്റ്റഡ് റേയിലേക്ക് എടുക്കുമ്പം അത് ആൻറ്റി ക്ലോക്ക് വൈസിൽ വരും. അപ്പോൾ 80 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസിലാണ് ഡീവിയേഷൻ. രണ്ടാമത്തെ ഡീവിയേഷൻ D2 ഈസ് ഈക്വൽ ടു 2 ആൽഫ 2. ഇവിടെ ആൽഫ 2 എന്ന് പറയുന്നത് 70 ഡിഗ്രിയാണ്. രണ്ടാമത്തെ റിഫ്ലക്റ്റഡ് റേ മിററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ആൽഫ 2, അത് 70 ഡിഗ്രി. അപ്പോൾ 2 × 70 നമുക്ക് 140 ഡിഗ്രി വരും. അതിൻ്റെ ഡിറക്ഷൻ നോക്കിയാൽ ക്ലോക്ക് വൈസ് അല്ലേ? കാരണം നോക്കിയാൽ ഇവിടെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ ഇൻസിഡൻറ്റ് റേയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. രണ്ടാമത്തെ ഇൻസിഡൻറ്റ് റേയുടെ ഡയറക്ഷൻ നോക്കണം, അത് ഇവിടുന്ന് താഴേക്ക് വരും. ഇവിടുന്ന് റിഫ്ലക്റ്റഡ് റേയിലേക്കാണ് D2 വരുന്നത്, അത് ക്ലോക്ക് വൈസിൽ. ഇനി മൂന്നാമത്തെ ഡീവിയേഷൻ D3 ഈസ് ഈക്വൽ ടു 2 ആൽഫ 3. ആൽഫ 3 ഇവിടെ ഉണ്ട്. ഈ ഇൻസിഡൻറ്റ് റേ മിററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 80 ആണ്. അപ്പോൾ 2 × 80 160 ഡിഗ്രി വരും. അതും ക്ലോക്ക് വൈസിലല്ലേ? കാരണം നോക്കിയേ ഇവിടുത്തെ ഇൻസിഡൻറ്റ് റേ ഇങ്ങോട്ടാണ്. ഈ ഇൻസിഡൻറ്റ് റേ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. ഇവിടുന്ന് റിഫ്ലക്റ്റഡ് റേയിലേക്കാണ്, അപ്പോൾ അത് ക്ലോക്ക് വൈസിൽ വരും. ഇനി ടോട്ടൽ ഡീവിയേഷൻ D ഈസ് ഈക്വൽ ടു D1 + D2 + D3 എടുക്കണം. ഇത് ആൻറ്റി ക്ലോക്ക് വൈസിൽ ഇത് പോസിറ്റീവ് എടുത്താൽ ഇത് നമുക്ക് നെഗറ്റീവ് എടുക്കണം, ഇത് നെഗറ്റീവ് എടുക്കണം. കാരണം ഇത് രണ്ടും ക്ലോക്ക് വൈസിൽ ആദ്യത്തേന് ഓപ്പോസിറ്റാണ്. അപ്പോൾ ടോട്ടൽ ഡീവിയേഷൻ എടുക്കുമ്പം 80 മൈനസ് 140 മൈനസ് 160 വരും. ദാറ്റ് ഈസ് മൈനസ് 220 ഡിഗ്രി വരും. മൈനസ് എന്ന് പറഞ്ഞാൽ അർത്ഥം അത് 220 ഡിഗ്രി ക്ലോക്ക് വൈസ് എന്നാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 വരും, 220 ഡിഗ്രി ക്ലോക്ക് വൈസ്. മനസ്സിലായല്ലോ? ഡീവിയേഷൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. അത് വെച്ചിട്ട് ഓരോ ഡീവിയേഷനും കണ്ടിട്ട് ആഡ് ചെയ്യണം. പക്ഷേ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഡിറക്ഷൻ നോക്കിയിട്ട് ആഡ് ചെയ്യാവുള്ളൂ, അത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിളാണ്. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഉണ്ട്. ആ കപ്പാസിറ്റർ നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് Vയിൽ ചാർജ് ചെയ്തു. അപ്പോൾ ആദ്യം ഒരു കപ്പാസിറ്റർ കൺസിഡർ ചെയ്തു. കപ്പാസിറ്റൻസ് C, അതൊരു V പൊട്ടൻഷ്യൽ ഡിഫറൻസിലോട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ഇതിലൊരു ചാർജ് Q കാണും. അപ്പോൾ Q ഈസ് ഈക്വൽ ടു CV ആണ്. അതിൽ എനർജി സ്റ്റോർഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും Q²/2C എന്നെടുക്കും. ഇത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ബാറ്ററി ഡിസ്കണക്ട് ചെയ്തു. ബാറ്ററി ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് 2D ആക്കി. ആദ്യം സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് D ആയിരുന്നു, ഇപ്പോൾ അത് ഇൻക്രീസ് ചെയ്ത് 2D ആക്കി മാറ്റി. അപ്പോൾ പ്രത്യേകം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബാറ്ററി ഡിസ്കണക്ട് ചെയ്തു. അപ്പോൾ കപ്പാസിറ്റർ ഈസ് ഇൻ ഓപ്പൺ സർക്യൂട്ട്. നമ്മളൊരു ഇൻസുലേറ്റർ ഹാൻഡിൽ വെച്ചിട്ടാണ് സെപ്പറേഷൻ ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ ചാർജ് റീമെയിൻസ് സെയിം ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാറ്ററി ഡിസ്കണക്ട് ചെയ്തു, അപ്പോൾ കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ടിലാണ്, ചാർജ് റീമെയിൻസ് സെയിം ആണ്. അത് ആദ്യത്തെ കപ്പാസിറ്റൻസ് C × ആദ്യത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V തന്നെ. പക്ഷേ രണ്ടാമത്തെ കേസിൽ നമുക്കറിയാം കപ്പാസിറ്റൻസ് മാറി, അത് C' ആയി. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മാറിക്കാണും. അപ്പോൾ എന്താണെങ്കിലും നമുക്കിവിടെ സെപ്പറേഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള വർക്ക് ഡൺ കാണണം. ഇവിടെ നമുക്കറിയാം നമ്മൾ എക്സ്റ്റേണൽ പവർ സോഴ്സ് ഒന്നുമില്ല, കാരണം അത് റിമൂവ് ചെയ്തു. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചേഞ്ച് ഇൻ എനർജി എടുത്താൽ മതി. U ഫൈനൽ മൈനസ് U ഇനിഷ്യൽ എടുത്താൽ മതി. U ഫൈനൽ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ചാർജ് സെയിം ആയതുകൊണ്ട് Q²/2C' മൈനസ് Q²/2C എന്നെടുക്കും. വർക്ക് ഡൺ ഈസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് Q²/2C' മൈനസ് Q²/2C എടുത്താൽ മതി. മനസ്സിലായല്ലോ? ഇനി Qവിന് പകരം നമുക്ക് CV കൊടുക്കാം. അപ്പോൾ W ഈസ് ഈക്വൽ ടു CV നമ്മൾ കോമൺ ആയിട്ട് എടുത്താൽ C² V² വരും. 1/2 എല്ലായിടത്തും കോമൺ ആണ്, അപ്പോൾ അതും ഒരുമിച്ച് എഴുതാം. ഇനി C' എത്രയാണെന്ന് നോക്കി, ε0 ഇൻറ്റു A/ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് 2D ആണ്. അപ്പോൾ ε0 A/2D വരും. മൈനസ് ഇവിടെ C എന്ന് പറയുന്ന ആദ്യത്തെ കപ്പാസിറ്റൻസ് ആണ്, അത് ε0 A/D എന്ന് വരും. മനസ്സിലായല്ലോ? ഇനി നമുക്ക് Cക്ക് പകരം ε0 A/D സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
എന്നിട്ട് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായാലും അപ്പോൾ ഇവിടെ സംഭവം സിമ്പിളാണ്. എക്സ്റ്റേണൽ സോഴ്സ് നമ്മൾ റിമൂവ് ചെയ്തു, അപ്പോൾ ചാർജ് കോൺസ്റ്റൻ്റ് ആണ്. ആ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് ചേഞ്ച് ഇൻ എനർജി എടുത്താൽ മതി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ദ റേഡിയോ ആക്റ്റീവ് സാമ്പിൾ ഹാസ് ഹാഫ് ലൈഫ് ഓഫ് 5, പ്രോബബിലിറ്റി ഓഫ് ഡീകേ ഇൻ 10 years വിൽ ബി. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഡീകേ കാണാം. അപ്പോൾ അതിന് മുൻപ് നമ്മൾ T0യിൽ നമ്പർ ഓഫ് ന്യൂക്ലിയസുകൾ N0 എന്ന് വിചാരിക്കാം. N0 ഈസ് ഇനിഷ്യൽ നമ്പർ ഓഫ് ന്യൂക്ലിയൈ. T സമയത്ത് നമ്പർ ഓഫ് ന്യൂക്ലിയൈ അൺഡീക്കേയുടെ N എന്ന് വിചാരിക്കാം. N is number of nuclei undecayed or present at a time t and N0 is number of initial nuclei. അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ. പ്രോബബിലിറ്റി ഓഫ് സർവൈവൽ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? പ്രോബബിലിറ്റി ഓഫ് സർവൈവൽ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ന്യൂക്ലൈ റീറ്റെയിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ജനറൽ മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ N നമ്പർ ഓഫ് ന്യൂക്ലൈ ഉണ്ട്, ടോട്ടലി നമുക്ക് N0 ആയിരുന്നു. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് സർവൈവൽ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോഴുള്ള നമ്പർ ഓഫ് ന്യൂക്ലിയൈ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയൈ എടുത്താൽ മതി. N മാറിപ്പോയരുത്. ഇപ്പോൾ റീമെയിനിങ് ചെയ്യുന്ന നമ്പർ ഓഫ് ന്യൂക്ലിയൈ ആണ്, അതേ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയൈ എടുത്താൽ പ്രോബബിലിറ്റി ഓഫ് സർവൈവൽ കിട്ടും. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഡീകേ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഡീകേ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? തീർച്ചയായിട്ടും പ്രോബബിലിറ്റി ഓഫ് ഡീകേ is equal to 1 minus n by n0 എടുത്താൽ പോരെ. കാരണം ടോട്ടലി നമ്മൾ സർവൈവലിൻ്റെ പ്രോബബിലിറ്റി പ്ലസ് ഡീക്കേയുടെ പ്രോബബിലിറ്റി എടുക്കുമ്പോൾ 1 കിട്ടണം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഡീകേ കാണാൻ വേണ്ടി 1 minus n by n0 എടുത്താൽ മതി. ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു n0 minus n by n0 എടുത്താൽ മതി. അതാണ് ജനറലി ഉള്ള മെത്തേഡ്. ശ്രദ്ധിച്ചോണം. ഇനി നമുക്ക് നോക്കുക, ഹാഫ് ലൈഫ് പീരീഡ് എത്രയാണ്? 5 ആണ്. 10 years കഴിയുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഡീകേ ചോദ്യം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്പർ ഓഫ് ന്യൂക്ലിയൈ ആഫ്റ്റർ എ ടൈം ടി കാണാൻ N is equal to N0 into 1/2 raised to t by t half. അപ്പോൾ ഇവിടെ N0 അതേപോലെ തന്നെ എടുക്കാം. ടി എന്ന് പറയുന്നത് നമുക്ക് ടൈം ടോട്ടലി 10 years ആണ്. ഹാഫ് ലൈഫ് ആണ് ക്യാപിറ്റൽ ടി, അത് 5 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു N0 into 1/2 raised to 2 or N0/4 വരും. അപ്പോൾ നമുക്ക് Nന് പകരം എന്ത് കൊടുത്താൽ മതി? N0/4 കൊടുത്താൽ മതി. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഡീകേ ഈസ് ഈക്വൽ ടു N0 മൈനസ് N0/4 ഡിവൈഡഡ് ബൈ N0. N0 ക്യാൻസൽ ആയിപ്പോയി. 1 minus 1/4 3/4 വരും. ഓർ 0.75 വരും. ഞാൻ ആ പെർസെൻറ്റേജ് ആക്കാൻ വേണ്ടി 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ പെർസെൻറ്റേജിലാണെങ്കിൽ ആൻസർ 75% വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 വരും. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് പ്രോബബിലിറ്റി ഓഫ് ഡീകേ കാണാനുള്ള മെത്തേഡ്. അപ്പോൾ അതിൻ്റെ ജനറൽ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഇനി നമുക്ക് അടുത്തത്, എ പെർഫെക്റ്റ് ഗ്യാസ് ഗോസ് ഫ്രം എ ടു ബി അബ്സോർബിങ് എ ഹീറ്റ് എനർജി ഓഫ് 8 × 10⁵ ജൂൾ ആൻഡ് ഡൂയിങ് 6.5 × 10⁵ ജൂൾ ഓഫ് എക്സ്റ്റേണൽ വർക്ക്. അപ്പോൾ നമുക്കൊരു സിസ്റ്റം എയിൽ നിന്ന് ബി എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് പോയി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഡി ക്യു ഈസ് ഈക്വൽ ടു ഡി യു പ്ലസ് ഡി ഡബ്ല്യു. ഡി ക്യു എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഹീറ്റ് എനർജി അബ്സോർബ്ഡ് ഓർ ലിബറേറ്റഡ് ആണ്. ഡി യു ചേഞ്ച് ഇൻ എനർജി, ഡി ഡബ്ല്യു വർക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ചേഞ്ച് ഇൻ എനർജി ഡി യു ഈസ് ഈക്വൽ ടു ഡി ക്യു മൈനസ് ഡി ഡബ്ല്യു എന്ന് എഴുതാം. ഡി ക്യു ക്വസ്റ്റ്യനകത്തുണ്ട് ഹീറ്റ് എനർജി അബ്സോർബ്ഡ് ആണ്, അത് 8 × 10⁵. ഒരു ഹീറ്റ് എനർജി അബ്സോർബ്ഡ് പോസിറ്റീവ് ആയിട്ട് എടുക്കണം. അപ്പോൾ ഡി ക്യു പ്ലസ് 8 × 10⁵ മൈനസ് ആൻഡ് ഡൂയിങ് 6.5 × 10⁵ ഓഫ് എക്സ്റ്റേണൽ വർക്ക്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എയിൽ നിന്ന് ബിയിലേക്ക് ഗ്യാസ് സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ അത് എക്സ്റ്റേണൽ സിസ്റ്റത്തിൽ ചെയ്യുന്ന വർക്കാണ്. അപ്പോൾ അതായത് ഗ്യാസ് ചെയ്യുന്ന വർക്കാണ് നമുക്ക് 6.5 × 10⁵ എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ ആ സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് പോസിറ്റീവാണ്. അപ്പോൾ അവിടെ മൈനസ് 6.5 × 10⁵ എന്ന് വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5 × 10⁵ ജൂൾ വരും. ഇതാണ് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിയുടെ ഇക്വേഷൻ. ഇത് നമ്മളോട് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് സെയിം സ്റ്റേറ്റിലേക്ക് തന്നെയായി രണ്ടാമത്തെ കേസിലും പോകുന്നത്. രണ്ടാമത്തെ കേസിലും എയും ബിയും ആദ്യത്തേത് ഏതാണോ അത് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഇനിഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും സെയിം ആണെങ്കിൽ ഡി യു രണ്ട് കേസിലും സെയിമാണ്. അപ്പോൾ രണ്ടാമത്തെ കേസിൽ ഡി യു 1.5 × 10⁵ ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുന്നത് വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കുന്നത്.
അപ്പോൾ ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഡി ക്യു മൈനസ് ഡി യു എടുക്കണം. ഡി ക്യു ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട് ഇറ്റ് അബ്സോർബ്സ് 10⁵ ജൂൾ ഓഫ് ഹീറ്റ്. അങ്ങനെ അബ്സോർബിങ് എനർജി പോസിറ്റീവ് ആണ്, അപ്പോൾ പ്ലസ് 10⁵ ആണ് ഡി ക്യു വരുന്നത്. ഡി യു നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് പ്ലസ് 1.5 ഇൻറ്റു 10⁵ ആണ്. അപ്പോൾ അവിടെ മൈനസ് 1.5 ഇൻറ്റു 10⁵ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 0.5 ഇൻറ്റു 10⁵ ജൂൾ. ഇനി നമുക്കറിയാം മൈനസ് ഡി ഡബ്ല്യു കിട്ടിയാൽ അതിനർത്ഥം എന്തുവാ, അത് സിസ്റ്റത്തിൽ ചെയ്യുന്ന വർക്കാണ്. അപ്പം വർക്ക് ഡൺ ഓൺ ദി ഗ്യാസ് 0.5 ഇൻറ്റു 10⁵ ജൂൾ വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 വരും. മനസ്സിലായല്ലോ? അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഡി യു രണ്ട് കേസിലും സെയിം ആണ്. പിന്നെ ആ സൈൻ കൊടുക്കുമ്പോൾ ഹീറ്റ് എനർജി അബ്സോർബ്ഡ് പോസിറ്റീവ്, ലിബറേറ്റഡ് നെഗറ്റീവും വരും. വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം നെഗറ്റീവും, വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം പോസിറ്റീവ് ആണ്. അത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. മനസ്സിലായല്ലോ? എ ആൻഡ് ബി ആർ ടു പാർട്ടിക്കിൾസ് വിച്ച് ആർ ഇൻ എ റേസ്. ആക്സലറേഷൻസ് ആർ A1 A2. അവർ ഫൈനൽ പോയിന്റിൽ വെലോസിറ്റീസ് V1 V2 അതിൻ്റെ ഡിഫറൻസ് V ആണ്. അങ്ങനെയാണെങ്കിൽ V കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഈ രണ്ട് പേരുടെ മോഷൻ എടുക്കുമ്പം ഇവരുടെ ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും സെയിം ആണല്ലോ. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇനിഷ്യൽ വെലോസിറ്റി രണ്ടു പേർക്ക് 0 ആണ്, കാരണം റേസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെലോസിറ്റി നമുക്ക് 0 എന്ന് എടുക്കാം. ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ആക്സലറേഷൻ A1, അടുത്തതിൻ്റെ ആക്സലറേഷൻ A2. ഇത് ഫൈനൽ പോയിന്റ്. ഈ ഫൈനൽ പോയിന്റിൽ വെലോസിറ്റി ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ V1, സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ V2 എന്ന് വിചാരിക്കാം. അപ്പോൾ രണ്ടുപേരും ട്രാവൽ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ആണ്. അതാണ് ഇവിടെ മോഷൻ്റെ പ്രത്യേകത. പക്ഷേ ആക്സലറേഷൻസ് രണ്ടു പേർക്കും ഡിഫറെൻ്റ് ആണ്. ഫൈനൽ വെലോസിറ്റീസ് രണ്ടു പേർക്കും ഡിഫറെൻ്റ് ആണ്. ഇനി T0 നിന്ന് രണ്ടുപേരും സ്റ്റാർട്ട് ചെയ്തു. ഈ ഫസ്റ്റ് പാർട്ടിക്കിൾ ഇവിടെ വരുന്ന സമയം T0 ആണെങ്കിൽ രണ്ടാമത്തെ പാർട്ടിക്കിൾ വരുന്ന സമയം T0 പ്ലസ് T എന്ന ക്വസ്റ്റ്യനകത്ത് പറഞ്ഞേക്കുന്നത്. ഇത് എയും ഇത് ബിയും ആണെങ്കിൽ T സമയം നേരത്തെ വരൂ എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നേരെ തിരിച്ചെഴുതിയെന്നേ ഉള്ളൂ. ഇവിടെ എ ഇവിടെ വരുന്ന സമയം T0 ആണെങ്കിൽ ബി കുറച്ചുകൂടെ കഴിഞ്ഞാണ് വരുന്നത്. ആ ടൈം ഇൻ്റർവൽ T ആണ്. അപ്പോൾ T0 പ്ലസ് T ആണ് ബിയുടെ ടൈം ഓഫ് മോഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ടു പേർക്കും ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ആണ്. S1 ഇസ് ഈക്വൽ ടു S2 വരും. ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്, ആക്സലറേഷൻസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ ഹാഫ് AT² യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റിൻ്റെ ഇക്വേഷൻ എഴുതുമ്പം ഹാഫ് A1 ഇൻറ്റു ടൈം നമ്മൾ T0 എന്ന് വിചാരിച്ചു. ദാറ്റ് ഈസ് ഈക്വൽ ടു A2/2 ഇൻറ്റു ടൈം ഓഫ് മോഷൻ T0 പ്ലസ് T ആണ്. അപ്പോൾ T0 പ്ലസ് T ഹോൾ സ്ക്വയർ വരും. 2 രണ്ട് സൈഡിൽ നിന്ന് ക്യാൻസലായി പോവും. ആ സ്ക്വയർ കളയാൻ വേണ്ടി നമുക്ക് റൂട്ട് എടുക്കാം. അപ്പോൾ റൂട്ട് ഓഫ് A1 ഇൻറ്റു T0 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് A2 ഇൻറ്റു T0 പ്ലസ് T എന്ന് വരും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും T0യുടെ. അപ്പോൾ ഈ A2 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ റൂട്ട് ഓഫ് A1 മൈനസ് റൂട്ട് ഓഫ് A2 ഇൻറ്റു T0 ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് A2 ഇൻറ്റു T എന്ന് വരും. അപ്പോൾ നമുക്ക് അതിനകത്ത് T0 കിട്ടുമല്ലോ. T0 ഈസ് ഈക്വൽ ടു T ഇൻറ്റു റൂട്ട് ഓഫ് A2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A1 മൈനസ് റൂട്ട് ഓഫ് A2 വരും. അതായത് എ എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ അവിടെ റീച്ച് ചെയ്യാനെടുക്കുന്ന ടൈം T0 നമ്മൾ കണ്ടുപിടിച്ചു. ഓപ്ഷൻ ആദ്യം നോക്കണം. നമുക്ക് A1ഉം A2ഉം Tയുടെ ടൈമിലാണ് ആൻസർ വരുന്നത്. അപ്പോൾ T0 ക്വസ്റ്റ്യനകത്തില്ല. അതുകൊണ്ട് T0നെ നമ്മൾ A1 A2 Tയുടെ ടൈമിൽ എഴുതി അത്രേ ഉള്ളൂ. ഇനി ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്ന കണ്ടീഷൻ്റെ ഇക്വേഷൻ എഴുതണം. കണ്ടീഷൻ പറയുന്നത് V1 മൈനസ് V2 ഈസ് ഈക്വൽ ടു V. അത് പറയേണ്ട ആവശ്യമില്ല. അവിടെ V1 ഗ്രേറ്റർ ദാൻ V2 ആയിരിക്കും. കാരണം A1 ഗ്രേറ്റർ ദാൻ A2 ആണ്. അതുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും എ ആദ്യം ആ പോയിന്റിൽ റീച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനകത്ത് തരുന്ന കണ്ടീഷൻ ഇത്രേ ഉള്ളൂ. V1 മൈനസ് V2 ഈസ് ഈക്വൽ ടു V. ആ V1 നമുക്ക് എങ്ങനെ എഴുതാം? ഇനിഷ്യൽ വെലോസിറ്റി 0, ആക്സലറേഷൻ A1, ടൈം നമ്മൾ T0 എന്ന് വിചാരിച്ചു. അപ്പോൾ V1 ഈസ് ഈക്വൽ ടു A1 ഇൻറ്റു T0. V2ന് പകരം നമുക്ക് A2 ഇൻറ്റു ടൈം ശ്രദ്ധിച്ചോണം T പ്ലസ് T0 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു V വരും. ബാക്കി നിങ്ങൾക്ക് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. T0 നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ T0 എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് Vയുടെ വാല്യൂ കിട്ടും. മനസ്സിലായല്ലോ? ബാക്കി നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. T0 എടുത്ത് സിമ്പിളി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. എ മാസ് M ഈസ് കണക്റ്റഡ് ബിറ്റ്വീൻ 2 സ്പ്രിങ്സ് ആർ ഷോൺ ഇൻ ഫിഗർ. ഇൻ ഇക്വിലിബ്രിയം ബോത്ത് ദി സ്പ്രിങ്സ് ആർ കംപ്രസ്ഡ്. അപ്പം നമ്മൾ ശ്രദ്ധിച്ചോണം, ഇക്വിലിബ്രിയത്തിൽ രണ്ട് സ്പ്രിങ്ങുകളും കംപ്രസ്ഡ് ബൈ സെയിം ലെങ്താണ്. അത് നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ വെച്ചിട്ട് അങ്ങ് ചെയ്യാം. ചിലപ്പോൾ അതിന് ഇലോങ്ങേഷൻ പറയാം, കംപ്രഷൻ പറയാം. ഒരെണ്ണത്തിന് ഇലോങ്ങേഷൻ, അടുത്തതിന് കംപ്രഷൻ പറയാം. അപ്പോൾ നമ്മൾ ഈ ഇനിഷ്യലി ഇവരെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്ത്
ഇത് ഒരു എക്സ് ഡിസ്റ്റൻസിൽ കംപ്രഷൻ ഉണ്ടായി. അപ്പോൾ ഇതിൻ്റെ കംപ്രഷനും എത്ര തന്നെയാണ്? എക്സ് തന്നെയാണ്. ഇപ്പോൾ രണ്ടുപേരുടെ കംപ്രഷൻസ് സെയിം ആണ്. അപ്പോൾ ഇത് എക്സ് കംപ്രസ് ചെയ്താൽ ഇതും എക്സ് കംപ്രഷനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ കംപ്രസ് ചെയ്ത് നിൽക്കുന്ന സ്പ്രിങ് ഇക്വിലിബ്രിയത്തിൽ ഈ മാസിന് കൊടുക്കുന്ന ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? നമുക്കറിയാം കംപ്രഷൻ അല്ലെങ്കിൽ ഇലോങ്ങേഷൻ എഗനിസ്റ്റ് ആണ് സ്പ്രിങ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റീസ്റ്റോറിങ് ഫോഴ്സ് വരുന്നത്. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ ഈ മാസിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം നമ്മൾ വരച്ചാൽ ഇതിൻ്റെ വെയിറ്റ് mg തീർച്ചയായിട്ടും വെർട്ടിക്കലി ഡൗൺവേർഡ് വരും. അപ്പോൾ ഈ സ്പ്രിങ് കംപ്രസ് ചെയ്ത് നിൽക്കുമല്ലേ, ഇതിനെ വിട്ടാൽ നമുക്കറിയാം ഇത് ഒറിജിനൽ പൊസിഷനിലോട്ട് തിരിച്ചു വരാൻ ശ്രമിക്കും. അപ്പോൾ ഇത് ഈ മാസിന് കൊടുക്കുന്ന റീസ്റ്റോറിങ് ഫോഴ്സ് താഴോട്ടാണ്. മനസ്സിലായല്ലോ? ഇത് കംപ്രസ്ഡ് ആയിട്ട് നിൽക്കുന്നു. ആ കംപ്രഷൻ എഗനിസ്റ്റ് ആണത് പ്രൊഡ്യൂസ് ചെയ്യുന്ന റീസ്റ്റോറിങ് ഫോഴ്സ്. അപ്പോൾ അത് മാസിന് കിട്ടും. അപ്പോൾ ഈ മാസിൽ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിങ് ഫോഴ്സ് kx ഡൗൺവേർഡ് വരും ബൈ ദി അപ്പർ സ്പ്രിങ്. ലോവർ സ്പ്രിങ്ങും കംപ്രസ്ഡ് ആണ്. അതിൻ്റെ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് 2k ആണ്, ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇത് കംപ്രസ് ചെയ്ത് നിൽക്കുമ്പോൾ ഇത് അതിന് എഗനിസ്റ്റ് ആയിട്ട് മുകളിലേക്കാണ് സ്പ്രിങ് ഫോഴ്സ്, അത് അപ്വേർഡ് ഡയറക്ഷനിൽ 2kx വരും. ഇതാണ് ഫ്രീ ബോഡി ഡയഗ്രാം ഇൻ ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിൽ നമുക്കറിയാം ഈ മാസിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ഇക്വിലിബ്രിയത്തിൽ ഈ മാസിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആണ്. അപ്പോൾ ഇക്വേഷൻ എഴുതുമ്പം kx ഡൗൺവേർഡ് mg ഡൗൺവേർഡ്. അപ്പോൾ ടോട്ടൽ ഡൗൺവേർഡ് ഫോഴ്സ് mg പ്ലസ് kx വരും. അത് അപ്വേർഡ് ഫോഴ്സിന് ഈക്വൽ ആവണമല്ലോ. അപ്വേർഡ് ഫോഴ്സ് ടോട്ടലി 2kx ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2kx വരും. സോ mg ഈസ് ഈക്വൽ ടു 2kx മൈനസ് kx വരും. അതാണ് ഇക്വിലിബ്രിയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കണ്ടീഷൻ. ഇനി നമ്മളോട് ചോദ്യം ഇത്രേ ഉള്ളൂ, ലോവർ സ്പ്രിങ് ഈസ് കട്ട്. പറഞ്ഞാൽ താഴത്തെ സ്പ്രിങ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ ലോവർ സ്പ്രിങ് അവിടെ ഇല്ലാതായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ 2kx എന്ന് പറയുന്ന ഫോഴ്സ് അവിടെ ഇല്ലാതാവും. അപ്പോൾ നമ്മൾ ലോവർ സ്പ്രിങ് കട്ട് ചെയ്ത് മാറ്റിയെന്ന് വിചാരിക്കണം. അപ്പോൾ ഈ സ്പ്രിങ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് പെട്ടെന്ന് 0 ആയിട്ട് മാറി. അപ്പോൾ 2kx 0 വരും. മനസ്സിലായല്ലോ? അപ്പോൾ ഈ മാസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എടുക്കുമ്പം ഇതിൽ തീർച്ചയായിട്ടും ഈ മുകളിൽ നിന്ന് കിട്ടുന്ന kx താഴോട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ താഴത്തെ സ്പ്രിങ് കട്ട് ചെയ്ത് കഴിയുമ്പം ഈ മുകളിലുള്ള സ്പ്രിങ് ആ ഇൻസ്റ്റൻറ്റിൽ റിമെയിൻസ് അൺചേഞ്ച്ഡാണ്. കാരണം സ്പ്രിങ് ഫോഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് നോൺ ഇമ്പൾസീവ് ഫോഴ്സാണ്. സ്പ്രിങ് ഫോഴ്സിന് ഒരിക്കലും ഒരു സഡൻ ചേഞ്ച് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് ഇത് കട്ട് ചെയ്ത് മാറ്റി കഴിയുമ്പോൾ ഈ സ്പ്രിങ്ങിന് ആ ഇൻസ്റ്റൻറ്റിൽ കംപ്രഷൻ എക്സ് തന്നെ ഉണ്ട്. അടുത്ത ഇൻസ്റ്റൻറ്റിലെ അത് ഒറിജിനൽ പൊസിഷനിലോട്ട് തിരിച്ചു വരാൻ ശ്രമിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ മുകളിലുള്ള സ്പ്രിങ് ആ ജസ്റ്റ് കട്ട് ചെയ്യുന്ന ഇൻസ്റ്റൻറ്റിലെ കാര്യമാണ് ചോദ്യം. അത് റിമെയിൻസ് അൺചേഞ്ച്ഡ് ആയിട്ട് എടുത്തോണം. അപ്പോൾ ആ സ്പ്രിങ് ഫോഴ്സ് kx താഴോട്ടുണ്ട്. പിന്നെ mg ഡൗൺവേർഡ് താഴേക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് ഡൗൺവേർഡ് ആണ്. അപ്പോൾ ആക്സലറേഷന് ഡൗൺവേർഡ് ആയിരിക്കും. ആക്സലറേഷൻ ഐസുകൾ നെറ്റ് ഫോഴ്സ് എടുക്കുമ്പോൾ kx പ്ലസ് mg ആണ് വരുന്നത്, ഡിവൈഡഡ് ബൈ മാസ് വരും. ഇനി kx എത്രയാണെന്ന് നമുക്ക് മനസ്സിലായി, mg ആണെന്ന് മനസ്സിലായി. അപ്പോൾ mg പ്ലസ് mg ബൈ m വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2g വരും. അപ്പോൾ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു 2g ഡൗൺവേർഡ് വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 വരും. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ലോവർ സ്പ്രിങ്ങിൻ്റെ സ്പ്രിങ് ഫോഴ്സ് നമുക്ക് രണ്ടാമത്തെ കേസിൽ 0 ആക്കാം. കാരണം അത് കട്ട് ചെയ്ത് മാറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഇൻസ്റ്റൻറ്റിൽ മുകളിലുള്ള സ്പ്രിങ്ങിൻ്റെ അവസ്ഥ എടുക്കുമ്പോൾ അത് ആ ഇൻസ്റ്റൻറ്റിൽ റിമെയിൻസ് അൺചേഞ്ച്ഡ് ആണ്. അതുണ്ടാക്കുന്ന സ്പ്രിങ് ഫോഴ്സ് റിമെയിൻസ് ഇനിഷ്യൽ വാല്യൂ kx mgക്ക് ഈക്വൽ ആണ്. അതാണ് യൂസ് ചെയ്യേണ്ട പ്രിൻസിപ്പിൾ. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് ഒരു കണ്ടെയ്നറിൽ 2 ലിക്വിഡുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ലിക്വിഡുകളുടെ ഹൈറ്റ് ഉണ്ട്, ഡെൻസിറ്റീസ് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ മുകളിലത്തെ ലിക്വിഡിൻ്റെ ഹൈറ്റ് h, താഴത്തെ ലിക്വിഡിൻ്റെ ഹൈറ്റ് h തന്നെയാണ്. ഡെൻസിറ്റീസ് എടുക്കുമ്പോൾ പ്രത്യേകത, ഈ താഴെയുള്ള ലിക്വിഡിൻ്റെ ഡെൻസിറ്റി 4 റോയാണ്, മുകളിലുള്ള ലിക്വിഡിൻ്റെ ഡെൻസിറ്റി 2 റോയാണ്. അപ്പോൾ നമുക്ക് 2 ഓറിഫിസുകളുണ്ട്. ഈ മുകളിലത്തെ ഓറിഫിസ് ഈ h/2 ഡെപ്തിലാണ് വരുന്നത്. താഴത്തെ ഓറിഫിസ് ഈ ബോട്ടത്തിലെ പോയിന്റിലാണ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് വെലോസിറ്റി ഓഫ് ഇഫ്ലക്സ് നമ്മൾ എടുത്തു. ആ വെലോസിറ്റി ഓഫ് ഇഫ്ലക്സ് v1 ആണ്. ഇവിടുത്തെ വെലോസിറ്റി ഓഫ് ഇഫ്ലക്സ് v2 ആണ്. അപ്പോൾ ആ v1 v2ൻ്റെ റേഷ്യോ കാണാനാണ് ചോദ്യം. v1 നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാം. ഈ പോയിന്റിന് മുകളിൽ ആകപ്പാടെ ഒരു ലിക്വിഡ് മാത്രമേ ഉള്ളൂ. സ്മോൾ ഓറിഫിസ് ആണെങ്കിൽ വെലോസിറ്റി ഓഫ് ഇഫ്ലക്സ് വെൻ ഓൺലി 1 ലിക്വിഡ് ഈസ് പ്രസൻറ്റ്, v1 is equal to root of 2g into h ആണ്. h എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ദി ഓറിഫിസ് ഫ്രം ദി ലിക്വിഡ് സർഫസ് ആണ്. അതിവിടെ h/2 ആണ്. അപ്പോൾ റൂട്ട് ഓഫ് 2g into h/2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് gh. അതാണ് ഫസ്റ്റ് ഹോളിൽ നിന്ന് വരുന്ന ഓറിഫിസിൽ നിന്ന് വരുന്ന സ്പീഡ് ഓഫ് ഇഫ്ലക്സ് വരുന്നത്. v1 is equal to root of 2gh, റൂട്ട് ഓഫ് gh വരും.
ഈ രണ്ടാമത്തെ ഓറിഫിസിൽ സ്പീഡ് ഓഫ് റിഫ്ലക്സ് കാണുമ്പം നമുക്ക് പ്രശ്നം മനസ്സിലായാലും ഇവിടെ 2 ലിക്വിഡുകളുണ്ട്. അതുകൊണ്ട് 2 ലിക്വിഡുകളുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം, നമ്മൾ ഈ ഇൻ്റർഫേസിലെ ഒരു പോയിൻ്റ് അസ്യൂം ചെയ്യും. ഞാനിവിടെ എ എന്ന് പറഞ്ഞൊരു പോയിൻ്റ് എടുത്തു. ഇവിടെ എക്ക് മുകളിൽ 2 റോ ഡെൻസിറ്റി എച്ച് ആയിട്ടുള്ള ഒരു ലിക്വിഡുണ്ട്. ആ ലിക്വിഡിന് പകരം ഈ 4 റോ ഡെൻസിറ്റി ഉള്ള ഒരു ലിക്വിഡ് വെച്ച് റീപ്ലേസ് ചെയ്താൽ സെയിം സിറ്റുവേഷൻ ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. അതായത് 2 ലിക്വിഡുള്ള സിറ്റുവേഷൻ ഒരു ലിക്വിഡാക്കി മാറ്റുവാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന മെത്തേഡ് ഇതാണ്. ഈ മുകളിലുള്ള 2 റോ ഡെൻസിറ്റി ഉള്ള ലിക്വിഡിനെ ഇക്വലൻ്റ് ലെങ്ത് ഉള്ള 4 റോ ഡെൻസിറ്റി ഉള്ള ലിക്വിഡ് വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിൾ ഇത്രേ ഉള്ളൂ. ഇവിടെ നമ്മൾ ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. ഇവിടെ ആദ്യമേ 4 റോ ഡെൻസിറ്റി എച്ച് ആയിട്ടുള്ള ലിക്വിഡ് എടുക്കുക. അതിന് മുകളിൽ ഈ എച്ച് ആയിട്ടുള്ള 2 റോ ഡെൻസിറ്റി ഉള്ള ലിക്വിഡ് മാറ്റിയിട്ട് നമ്മൾ 4 റോ ഡെൻസിറ്റിയും ഒരു എച്ച് ഡാഷ് ഹൈറ്റുള്ള ലിക്വിഡും വെച്ച് റീപ്ലേസ് ചെയ്യുന്ന അസ്യൂം ചെയ്യാം. എന്നിട്ട് ആ ഇൻ്റർഫേസിലെ പോയിൻ്റ് എ എടുക്കുക. ഈ 2 സിറ്റുവേഷനും ഐഡൻറ്റിക്കൽ ആകണമെങ്കിൽ കണ്ടീഷൻ ഇത്രേ ഉള്ളൂ. ആദ്യം ഈ ഇൻ്റർഫേസിലെ പ്രഷർ ഏതാണോ അതേ പ്രഷർ തന്നെ രണ്ടാമത്തെ കേസിലും പ്രൊഡ്യൂസ് ചെയ്യപ്പെടണം. ആ ഇൻ്റർഫേസിലെ പ്രഷർ മാറാതെ നമുക്ക് ഇക്വലൻ്റ് ഹൈറ്റുള്ള ലിക്വിഡ് വെച്ച് റീപ്ലേസ് ചെയ്യണം. അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ. അപ്പോൾ അതിന് നമുക്ക് ഇത്രേ ഉള്ളൂ. ആദ്യത്തെ കേസിൽ പ്രഷർ അറ്റ് എ പി എ ആണ്, രണ്ടാമത്തെ കേസിൽ പി എ ഡാഷ് ആണ്. അപ്പോൾ പി എയും പി എ ഡാഷും സെയിം ആയിരിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ പി എ കാണുമ്പോൾ നമുക്കൊരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ P0 ഉണ്ട്, അത് കോമൺ ആയതുകൊണ്ട് കളഞ്ഞേക്കാം. പിന്നെ ഇവിടെ എച്ച് ഹൈറ്റുള്ള 2 റോ ഡെൻസിറ്റി ഉള്ള ലിക്വിഡിൻ്റെ പ്രഷറാണ്. അപ്പോൾ എച്ച് ഇൻറ്റു ഡെൻസിറ്റി 2 റോ ഇൻറ്റു ജി വരും. പി എ ഡാഷ് എടുക്കുമ്പം നമ്മൾ എച്ച് ഡാഷ് ഹൈറ്റും 4 റോ ഡെൻസിറ്റി ഉള്ള ലിക്വിഡ് വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്തത്. അപ്പോൾ പി എ ഡാഷ് എടുക്കുമ്പോൾ എച്ച് ഡാഷ് ഇൻറ്റു ഡെൻസിറ്റി 4 റോ ഇൻറ്റു ജി എന്ന് വരും. ഇവിടെ റോ ജി ക്യാൻസലായി പോയി. സോ എച്ച് ഡാഷ് ഇസ് ഇക്വൽ ടു എച്ച് ബൈ 2 എന്ന് വരും. അപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിവിടെ 2 റോ ഡെൻസിറ്റിക്ക് പകരം അതിൻ്റെ ട്വൈസ് ഡെൻസിറ്റി ഉള്ള ലിക്വിഡ് വെച്ച് റീപ്ലേസ് ചെയ്താൽ സെയിം പ്രഷർ ആകണമെങ്കിൽ ഹൈറ്റ് പകുതി ആകണമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് സംഭവം ഇത്രേ ഉള്ളൂ. ഇവിടെ ഒരു സിംഗിൾ ലിക്വിഡ് ആക്കി മാറ്റി. ആ സിംഗിൾ ലിക്വിഡിൻ്റെ ടോട്ടൽ ഹൈറ്റ് എച്ച് ഡാഷ് പ്ലസ് എച്ച് വരും. ഇവിടെ ബോട്ടത്തിലാണ് ഒറിഫിസ് വരുന്നത്. സിംഗിൾ ലിക്വിഡ് മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് സ്പീഡ് ഓഫ് റിഫ്ലക്സ് സിംപ്ലി √2g ഇൻറ്റു ക്യാപിറ്റൽ എച്ച് എന്നങ്ങ് എടുക്കാം. എച്ച് ഈ താഴത്തെ ഒറിഫിസിൽ നിന്ന് ലിക്വിഡ് സർഫസിലേക്കുള്ള ഇപ്പോഴത്തെ ഹൈറ്റാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിച്ചാൽ 2g ഇൻറ്റു ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്നത് എത്രയാണ്? ഈ എച്ച് പ്ലസ് എച്ച് ഡാഷാണ്. മനസ്സിലായല്ലോ? ഇപ്പോൾ ഒരു ലിക്വിഡേ ഉള്ളൂ. ലിക്വിഡ് സർഫസിൽ നിന്ന് ഈ ബോട്ടത്തിലേക്കുള്ള ഡെപ്ത് തന്നെയാണ് വരുന്നത്. എച്ച് പ്ലസ് എച്ച് ബൈ 2 നമുക്ക് 3h/2 വരും. മനസ്സിലായല്ലോ? അപ്പോൾ ദാറ്റ് ഈസ് ഇക്വൽ ടു √3gh എന്ന് വരും. ഇത് നോക്കിയാൽ √gh b1 അല്ലേ? അപ്പോൾ നമുക്ക് ഇതിന് √3 ഇൻറ്റു √gh പകരം നമുക്ക് v1 എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് v1/v2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ v1/v2 ഇസ് ഇക്വൽ ടു 1/√3 വരും. അപ്പോൾ ആൻസർ നമുക്ക് ഓപ്ഷൻ 2 വരും, 1/√3. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് നമുക്ക് ജനറലി എളുപ്പത്തിൽ ചെയ്യാനുള്ള മാർഗം. അല്ലെങ്കിൽ നമ്മൾ കൺസർവേഷൻ ഓഫ് എനർജി ഓർ ബെർണോളിസ് തിയറത്തിൻ്റെ ഇക്വേഷനൊക്കെ എഴുതിയിട്ട് നമുക്ക് സോൾവ് ചെയ്യണം. അതിലും എളുപ്പം നമുക്ക് ഒരു സിംഗിൾ ലിക്വിഡ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യനകത്ത് ഒരു ഗ്ലാസ് സ്പിയർ ഉണ്ട്. അതായത് ഈ സ്പിയറിൻ്റെ സർഫസിൽ ഒരു ഗ്ലാസ് ഉണ്ട്. അതിൻ്റെ ഇൻസൈഡിൽ വാട്ടറാണ്, അതിൻ്റെ ഔട്ട്സൈഡിൽ എയർ. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഈ ഒബ്ജക്റ്റിൽ നിന്ന് റിഫ്രാക്ഷന് ശേഷം ഇമേജിൻ്റെ പൊസിഷനാണ് ചോദ്യം. അവിടെ ക്വസ്റ്റ്യനകത്ത് ആ ഗ്ലാസിൻ്റെ എഫക്റ്റ് നെഗ്ലക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗ്ലാസിൻ്റെ എഫക്റ്റ് നെഗ്ലക്റ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രേ ഉള്ളൂ. ഒരു വാട്ടർ സ്പിയർ ഇവിടെ അസ്യൂം ചെയ്യാം. അത് എയറിലിരിക്കുന്നു. എന്നിട്ട് റിഫ്രാക്ഷൻ്റെ ഇക്വേഷൻ എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ഒബ്ജക്റ്റ് ഇവിടെ O എന്ന് പറഞ്ഞ പൊസിഷനിലാണ്. ഞാൻ ഡയഗ്രാം വീണ്ടും വരയ്ക്കുന്നില്ല. നമ്മൾ O എന്ന് പറഞ്ഞ പോയിന്റിലൊരു ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് ആദ്യം എയറിൽ നിന്ന് വാട്ടറിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഈ സ്പെറിക്കൽ സർഫസിൽ റിഫ്രാക്ഷൻ നടക്കും. അതിനുശേഷം ഇതിനകത്തേക്ക് റേ പോകുന്നു. ആ റേ വീണ്ടും വാട്ടറിൽ നിന്ന് എയറിലേക്ക് വരുമ്പോൾ അടുത്ത റിഫ്രാക്ഷൻ നടക്കും. ആ 2 സ്പെറിക്കൽ സർഫസുകളിലെ റിഫ്രാക്ഷന് ശേഷമാണ് നമുക്ക് ഫൈനൽ ഇമേജ് ഫോം ചെയ്യുന്നത്. അതാണ് ജനറലി പ്രത്യേകത. അപ്പോൾ നമ്മളിങ്ങനെയുള്ള സിറ്റുവേഷനിൽ പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ റിഫ്രാക്ഷൻ്റെ ഇമേജ് കാണണം. അതിന് രണ്ടാമത്തെ റിഫ്രാക്ഷൻ്റെ ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കണം. എന്നിട്ട് രണ്ടാമത്തെ റിഫ്രാക്ഷൻ്റെ ഇമേജാണ് നമുക്ക് ഫൈനൽ ഇമേജ് ആയിട്ട് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് റിഫ്രാക്ഷൻ്റെ ഇക്വേഷൻ എഴുതാം. ഫോർ ഫസ്റ്റ് റിഫ്രാക്ഷൻ അത് നമുക്കറിയാലോ. റിഫ്രാക്ഷൻ എടുക്കുമ്പം സ്പെറിക്കൽ സർഫസിലെ റിഫ്രാക്ഷൻ്റെ ഇക്വേഷൻ ഉണ്ട്. n2/v - n1/u = n2 - n1/r.
N2 by V minus N1 by U is equal to N2 minus N1 by R. N1 refractive index of the first medium. ഇവിടെ നോക്കണം, ലൈറ്റ് എയറിൽ നിന്ന് വാട്ടറിലേക്ക് ട്രാവൽ ചെയ്യുമ്പോഴാണ് റിഫ്രാക്ഷൻ നടക്കുക. അപ്പോൾ എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1ഉം വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2. വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.33, അത് നമുക്ക് നിയർലി 4/3 എന്ന് എഴുതാം. 1.333 എന്ന് തന്നിട്ടുണ്ട്, അപ്പോൾ അത് നിയർലി 4/3 എന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തല്ല. എയർ ആകുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1, അപ്പോൾ N1 1. U എന്ന് പറയുന്നത് എന്തുവാ? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ദി പോൾ ഓഫ് ദി സർഫസ്. ഇവിടെ ഈ P2 എന്ന് കാണിച്ചിരിക്കുന്നതാണ് നമ്മൾ സ്പെറിക്കൽ സർഫസിൻ്റെ പോളായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അത് ഈ സ്പിയറിനെ സെൻറ്ററിൽ നിന്നും ഡിസ്റ്റൻസ് എടുക്കരുത്, ഒന്ന് ഈ സ്പിയറിനെ ലെൻസായിട്ട് കൺസിഡർ ചെയ്യരുത്. കാരണം നമ്മൾ ലെൻസ് ഇക്വേഷൻ പഠിക്കുമ്പോൾ അത് തിൻ ലെൻസിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ഈ ഗ്ലാസ് സ്പിയറിനെ നമുക്ക് തിൻ ലെൻസായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ ലെൻസിൻ്റെ ഒന്ന് ഇക്വേഷൻ ഇത് ചെയ്ത് വെച്ചേക്കരുത്, തെറ്റിപ്പോവും. അപ്പോൾ നമുക്ക് ഈ സ്പെറിക്കൽ സർഫസിൻ്റെ പോള് P2വിൽ നിന്നാണ് ഡിസ്റ്റൻസ് എടുക്കേണ്ടത്. P2വിൽ നിന്ന് ഓയിലേക്കാണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, അത് 7.5 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് റൈറ്റ് സൈഡിലേക്കും ഡിസ്റ്റൻസ് എടുക്കുന്നത് ലെഫ്റ്റ് സൈഡിലേക്കുമാണ്. അപ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നെഗറ്റീവ്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് റിയൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ -N1 പകരം 1 കൊടുക്കണം, യുവിന് പകരം -7.5 കൊടുക്കണം. മനസ്സിലായല്ലോ? ഇനി N2 എന്ന് പറയുന്നത് വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ പറഞ്ഞ 4/3 ആണ്. V നമുക്ക് V1 എന്ന് എടുക്കാം. ഫസ്റ്റ് റിഫ്രാക്ഷൻ്റെ ഇമേജ് പൊസിഷൻ V1 എന്ന് എടുക്കാം. അത് ഫ്രം P2 ആണ്, ശ്രദ്ധിച്ചോണം. അപ്പോൾ 4/3 V1 മൈനസ് ഓഫ് -1/7.5 ഈസ് ഈക്വൽ ടു N2 4/3 മൈനസ് N1 1. ആറിൻ്റെ വാല്യൂ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദി സർഫസ് 2.5 സെൻറ്റിമീറ്റർ. അപ്പോൾ ആറിന് പകരം 2.5 കൊടുക്കാം. ഇനി അത് പ്ലസ് ആണോ മൈനസ് ആണോ നോക്കുകയും. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം, ഈ സർഫസിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ C ആണ്. പോളിൽ നിന്ന് സിയിലേക്കാണ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ ഇവിടെ റൈറ്റ് സൈഡിലേക്കാണ് മെഷർ ചെയ്യുക. അപ്പോൾ അത് പ്ലസ് ആണ്, കാരണം അത് ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ സെയിം ഡയറക്ഷനിലാണ്. അപ്പോൾ അവിടെ +5 തന്നെ വരും. സോ 4/3 V1 ഈസ് ഈക്വൽ ടു മൈനസോ മൈനസോടെ പ്ലസ് വരും, റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ മൈനസ് വരും. അപ്പോൾ -1/7.5. ഇവിടെ 4/3 -1 1/3 വരും. 1/3 താഴെ 2.5 ഉണ്ട്, 1/7.5 വരും, അത് പ്ലസ് ആണ്. അപ്പോൾ +1/7.5 വരും. അപ്പോൾ റൈറ്റ് സൈഡിൽ 0 വരും. അപ്പം V1 ഈസ് ഈക്വൽ ടു 1/0, ദാറ്റ് ഈസ് ബിക്കംസ് ഇൻഫിനിറ്റി വരും. അപ്പോൾ V1 ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി വരും. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഫസ്റ്റ് റിഫ്രാക്ഷന് ശേഷം ഇമേജിൻ്റെ പൊസിഷൻ എടുത്താൽ അത് ഇൻഫിനിറ്റിയിലാണ്. ഇൻഫിനിറ്റി ആകണമെങ്കിൽ നമുക്കറിയാം ആഫ്റ്റർ റിഫ്രാക്ഷൻ ലൈറ്റ് റേസ് പാരലൽ ആവണ്ടേ. അപ്പോൾ നമ്മളിവിടുന്ന് ഒരു റേയും കൂടെ കൺസിഡർ ചെയ്താൽ ഈ ഫസ്റ്റ് റിഫ്രാക്ഷന് ശേഷം ലൈറ്റ് റേസ് പാരലലായിട്ട് വരും. മനസ്സിലായോ? അപ്പോൾ ഇവിടുന്ന് ലൈറ്റ് റേസ് കൺവേർജിങ് ആണ്. ഫസ്റ്റ് റിഫ്രാക്ഷന് ശേഷമുള്ള ഇമേജാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ റിഫ്രാക്ഷൻ ഇല്ലെന്ന് വിചാരിക്കണം. ഇവിടുന്ന് റിഫ്രാക്ഷന് ശേഷം വരുന്ന ലൈറ്റ് പാരലലായിട്ട് പോയിട്ട് ആ പാരലൽ റേസ് ഇൻഫിനിറ്റിയിൽ മീറ്റ് ചെയ്തതിന് ഇൻ ദി ആബ്സെൻസ് ഓഫ് സെക്കൻഡ് റിഫ്രാക്ഷൻ. അതാണ് ഫസ്റ്റ് ഇമേജിൻ്റെ പൊസിഷനായിട്ട് വരുന്നത്, അത് ഇൻഫിനിറ്റിയിലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പാരലൽ ബീമാണ് രണ്ടാമത്തെ സർഫസിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം സെക്കൻഡ് റിഫ്രാക്ഷൻ എടുക്കുമ്പം ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് U ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി അല്ലേ? കാരണം ഫസ്റ്റ് റിഫ്രാക്ഷൻ്റെ ഇമേജാണ് സെക്കൻഡ് റിഫ്രാക്ഷൻ്റെ ഒബ്ജക്റ്റ്. അല്ലെങ്കിൽ ഇവിടെ ഒരു പാരലൽ ബീം ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്താൽ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ U2 ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി വരും. ഈ സെക്കൻഡ് റിഫ്രാക്ഷൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ എഗൈൻ ഇക്വേഷൻ സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് N2/V2 മൈനസ് N1/U2 ഈസ് ഈക്വൽ ടു N2 മൈനസ് N1/R എന്ന് എഴുതി. അപ്പോൾ ഞാൻ ഇക്വേഷൻ സെയിം തന്നെ എടുത്തു. പിന്നെ N2 N1 സിറ്റുവേഷൻ അനുസരിച്ച് നോക്കണം. അപ്പോൾ നമ്മൾ എവിടെ റിഫ്രാക്ഷൻ നടന്നാലും സ്പെറിക്കൽ സർഫസിൽ ഒരു ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ Uവും N1ഉം N2 ഒക്കെ ഓരോ സിറ്റുവേഷനിൽ നോക്കിയാൽ മതി. സെക്കൻഡ് റിഫ്രാക്ഷൻ എടുക്കും പ്രത്യേകത, വാട്ടറിൽ നിന്ന് എയറിലേക്ക് റിഫ്രാക്ഷൻ നടക്കുമ്പോഴാണ് പാസ് ചെയ്യുമ്പോഴാണ് റിഫ്രാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മീഡിയം വാട്ടറും സെക്കൻഡ് മീഡിയം എയറുമാണ്, ശരിയല്ലേ? അപ്പോൾ N1 എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോണം, രണ്ടാമത്തെ കേസിൽ വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും N2 എന്ന് പറയുന്നത് എയറിൻ്റെ. ആദ്യത്തെ N1 N2 തന്നെ ഇവിടെ എടുത്തു വെച്ചേക്കരുത്. ഹിയർ റിഫ്രാക്ഷൻ ഈസ് ഫ്രം വാട്ടർ ടു എയർ. സോ ഫസ്റ്റ് മീഡിയം ഈസ് വാട്ടർ, ദർഫോർ ഇറ്റ്സ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് N1. അതിന് സെക്കൻഡ് മീഡിയം എയർ, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് N2. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് N2ൻ്റെ വാല്യൂ നമുക്കറിയാം 1 ആണ്.
V2 ആണ് കണ്ടുപിടിക്കേണ്ടത്. -N1 നമുക്ക് 4/3 ആണ്. പക്ഷേ U2 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്, അത് ക്യാൻസൽ ആയി പോകുള്ളൂ. ഇനി N2 എന്ന് പറയുന്നത് നമുക്ക് 1 ആണ്. N1 4/3 ആണ്. Rൻ്റെ വാല്യൂ -2.5 വരും. കാരണം മനസ്സിലായല്ലോ, ഇവിടെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യേണ്ടത് പോൾ ഓഫ് ദി സർഫസ് P1 നിന്നാണ്. P1 ആണ് ഇപ്പോൾ ഒറിജിൻ. അപ്പോൾ നമുക്ക് P1ൽ നിന്ന് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇൻഫിനിറ്റി ആണ്, കുഴപ്പമില്ല. റേഡിയസ് ഓഫ് കർവേച്ചർ എടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് മെഷർ ചെയ്യുന്നത്, ലൈറ്റ് റൈറ്റ് സൈഡിലേക്ക് പോകുന്നപ്പോൾ U -2.5 സോറി R -2.5. അപ്പോൾ 1/V2 = ഇവിടെ നമുക്ക് 1 - 4/3 -1/3 വരും, -1 -+ വരും, പ്ലസ് 1/7.5 വരും. അപ്പോൾ V2 = 7.5 സെൻറ്റിമീറ്റർ വരും. അത് പ്ലസ് ആണ് നമുക്ക് കിട്ടുന്നത്. പ്ലസ് കിട്ടിയാൽ അതിനർത്ഥം എന്തുവാ, ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ സെയിം ഡയറക്ഷനിലാണ്. അപ്പോൾ സംഭവിക്കുന്നത് റിഫ്രാക്ഷന് ശേഷം ലൈറ്റ് റേസ് ഇവിടെ കൺവേർജ് ചെയ്യും, എന്നിട്ട് ഇവിടെ ഒരു റിയൽ ഇമേജ് ഉണ്ടാവും. ആ ഇമേജ് ഡിസ്റ്റൻസ് ഫ്രം ദി പോൾ ഓഫ് ദി സെക്കൻഡ് സർഫസ് 7.5 എന്ന് കിട്ടി. അപ്പോൾ P1ൽ നിന്ന് ഇമേജ് ഐയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് 7.5 വരുന്നത്. നമ്മളോട് ചോദ്യം ഈ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കാണുന്ന സെൻറ്റർ മുതൽ P വരെ 2.5 ആണ്, പ്ലസ് 7.5 10 വരും. അപ്പോൾ നമുക്ക് ആൻസർ 10 സെൻറ്റിമീറ്റർ ആണ്. സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ചോദിച്ചാൽ 10 സെൻറ്റിമീറ്റർ വരും. മനസ്സിലായാലും അപ്പോൾ അത് നോക്കേണ്ടി ചെയ്യാവുള്ളൂ. മെഷേർഡ് ഫ്രം ദി സെൻറ്റർ ഓഫ് ദി സ്പിയർ ആണ് ഡിസ്റ്റൻസ് എടുക്കേണ്ടത്. അത് മാറിപ്പോയാൽ ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ N1 N2 മാറിപ്പോകാതെ ശ്രദ്ധിക്കുക. സൈൻ കൺവെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒപ്റ്റിക്സിലെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കും. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സർഫസിൽ കൂടെ ഒബ്ജക്റ്റ് സ്ലൈഡ് ചെയ്ത് മൂവ് ചെയ്യുന്നു. അതിൻ്റെ വെലോസിറ്റി ഫൈനൽ പൊസിഷൻ ബിയിൽ വരുമ്പോൾ തന്നിട്ടുണ്ട്. വർക്ക് ഡൺ ഇൻ സ്ലിപ്പിംഗ് ദി ബ്ലോക്ക് ഫ്രം B to C ആണ് ചോദ്യം. അപ്പോൾ നമുക്കിവിടെ ഈ സിറ്റുവേഷൻ നോക്കിയാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്, സിമ്പിളാണ്. ഇവിടെ ഇനിഷ്യൽ പോയിന്റിൽ ഇതിൻ്റെ വെലോസിറ്റി 0 ആണ്. ബിയിൽ വരുമ്പോൾ ഇതിൻ്റെ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. വെലോസിറ്റി = √1.4 GR. അപ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ ഓൺ ദിസ് പാർട്ടിക്കിളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, വർക്ക് എനർജി തിയറം യൂസ് ചെയ്യാം. വർക്ക് എനർജി തിയറം അനുസരിച്ച് വർക്ക് ഡൺ ബൈ ഓൾ ദി ഫോഴ്സസ് = ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇവിടെ നമ്മൾ ഗ്രാവിറ്റി വർക്ക് ചെയ്യാം, ഫ്രിക്ഷൻ ഫോഴ്സ് കാണാം, ഫ്രിക്ഷൻ വർക്ക് ചെയ്യാം. കാരണം ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ ½ mv² mgh വെച്ചിട്ട് വെലോസിറ്റി കണ്ടുപിടിക്കായിരുന്നു. അതിലും കുറഞ്ഞ വെലോസിറ്റിയിലാണ് ഇവിടെ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. പിന്നെ ഗ്രാവിറ്റിയുടെ വർക്ക് ഡൺ കാണും. ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഫൈനൽ സ്പീഡ് തന്നിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും വർക്ക് ഡൺ = ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. വർക്ക് ഡൺ ബൈ ഓൾ ദി ഫോഴ്സസ് = ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പോൾ ദാറ്റ് ഈസ് ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി. ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി അറ്റ് B മൈനസ് കൈനറ്റിക് എനർജി അറ്റ് A. കൈനറ്റിക് എനർജി അറ്റ് B എടുക്കുമ്പോൾ ½ mv² വരും, മൈനസ് എയിലെ കൈനറ്റിക് എനർജി 0 ആണ്. ദാറ്റ് ഈസ് m/2 ഇൻറ്റു V² എടുക്കുമ്പോൾ 1.4 GR വരും. ദാറ്റ് ഈസ് -0.7 mgr വരും. ഇതാണ് വർക്ക് ഡൺ വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 വരും, 0.7 mgr. മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ എക്സാമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം എക്സാമിൻ്റെ സമയമൊക്കെ അടുത്ത് നമുക്കറിയാം. അപ്പോൾ ഇനി സമയം നമുക്ക് കളയാനില്ല, നന്നായിട്ട് പഠിക്കുക. നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസൊക്കെ മാറിപ്പോയെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അപ്പം എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാൻ പറ്റുമെന്നുള്ള വിശ്വാസത്താലും നന്നായിട്ട് പഠിച്ചിട്ട് നമുക്ക് ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്നുള്ള വിചാരത്തിൽ എക്സാമൊക്കെ എഴുതുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റ് ഓഫ് ലക്ക്. നന്നായിട്ട് പരീക്ഷ എഴുതുക, നല്ല റിസൾട്ട് എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല സ്ഥലങ്ങളിൽ MBBSന് അഡ്മിഷനൊക്കെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു, ബെസ്റ്റ് ഓഫ് ലക്ക്. ഹായ് സ്റ്റുഡൻസ്, നീറ്റ് മോഡൽ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമുക്ക് നോക്കി നോക്കാം. പൊതുവെ വളരെ സിമ്പിളായ ഒരു പേപ്പർ തന്നെയായിരുന്നു ഈ പ്രാവശ്യത്തെ നീറ്റ് മോഡൽ എക്സാമിനേഷൻ. ഓക്കെ, കെമിസ്ട്രിയുടെ കാര്യമാണ് പറയുന്നത്. ഞാൻ സെലക്റ്റഡ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസേ എടുത്തിട്ടുള്ളൂ. ഓക്കെ, കോപ്പർ ഗ്ലാൻസ് ഓർ ഈസ് കോൺസെൻട്രേറ്റഡ് ബൈ. കോപ്പർ ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ ചാൽക്കോസൈറ്റ് ദാറ്റ് ഈസ് Cu2S. ഓക്കെ, ഈ സൾഫൈഡ് ഓസിൻ്റെ കോൺസെൻട്രേഷൻ പ്രോസസ്സ് ഏതാണെന്നറിയണം. അതേതാണ്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സ്. പിന്നെ
മറ്റൊരു കാര്യം, ഇലക്ട്രോമാഗ്നറ്റിക് സെപ്പറേഷൻ ഉണ്ട്, ഗ്രാവിറ്റി മെത്തേഡ് ഉണ്ട്. അത് ഓക്സൈഡ് ഓസിനും കാർബണേറ്റ് ഓസിനുമാണ് ചെയ്യാറ്. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിക് സെപ്പറേഷനും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ വിൽ ബി ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോഡിയം തയോസൾഫേറ്റ് Na2S2O3 5H2O ഈസ് യൂസ്ഡ് ഇൻ ഫോട്ടോഗ്രാഫി ടു. നിങ്ങൾക്കറിയാം സോഡിയം തയോസൾഫൈറ്റ് എന്ന് പറയുമ്പോൾ Na2S2O3 XH2O ആണ്. അധിക സബ്സ്റ്റൻസിലും അധിക സമയത്തും ഇറ്റ് വിൽ ബി 5H2O. ഓക്കെ, പെൻറ്റാഹൈഡ്രേറ്റഡ് ഫോമിലാണ് അധികവും കാണാം. ഓക്കെ, ദിസ് ഇസ് നോൺ ആസ് ഹൈപ്പോ. കളർലെസ് ആണ്, അല്ലെങ്കിൽ വൈറ്റ് എന്ന് പറയാം, കളർലെസ്. ഓക്കെ, ഫോട്ടോഗ്രാഫിയിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? പണ്ടൊക്കെ നമ്മൾ ഫിലിം ഉണ്ടെങ്കിൽ ആ ഫിലിം നമ്മൾ സോഡിയം തയോസൾഫൈറ്റ് സൊല്യൂഷനിൽ ഇടാറുണ്ട്. സോഡിയം തയോസൾഫൈറ്റ്. ഓക്കെ, അപ്പോൾ എക്സസ് ആയിട്ടുള്ള AgBr പോലുള്ള ആളുകൾ ഈ സൊല്യൂഷനിൽ എക്സസ്ഡ് ആയിട്ടുള്ള AgBr ഉണ്ടാവും. ഓക്കെ, AgBr, AgNO3, AgCl അങ്ങനെ ഏതെങ്കിലും ആയിരിക്കാം ഇതിൽ കാണുന്നത്. നിങ്ങൾ ഇതിനെ ഈ സൊല്യൂഷനിലേക്ക് ഇടും. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിലെ എക്സസ് AgBr ആര് കൊണ്ടുപോകും? Na2S2O3 5H2O ഡിസോൾവ് ചെയ്യും. അങ്ങനെ AgBrനെ റിമൂവ് ചെയ്യും. ഓക്കെ, ഈ ഒരു പ്രോസസ്സിനെയാണ് ഫിക്സിംഗ് എന്ന് വിളിക്കുന്നത്. ഈ Na2S2O3 5H2O എന്ന് പറയുന്ന ഹൈപ്പോയെ ഫിക്സർ എന്ന് വിളിക്കാം. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ ദ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഹിയർ ഈസ് നത്തിങ് ബട്ട് AgBr റിയാക്ട് വിത്ത് Na2S2O3 to form Na3Ag2S2O3 twice plus NaBr. ഓക്കെ, നിങ്ങൾക്ക് ഇതിനെ ബാലൻസ് ചെയ്യാം. ഇവിടെ 2 ഇട്ടെടുത്തു കഴിഞ്ഞാൽ 4, 3. ഓക്കെ, ദിസ് വിൽ ബി ബാലൻസ്ഡ്. ഓക്കെ, ദിസ് ഈസ് സോഡിയം argento sulfate thiosulfate or sulfate complex. Okay, so AgBr excess ഉള്ളത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് Na2S2O3നെ ഫോട്ടോഗ്രാഫിയിൽ യൂസ് ചെയ്തത്. ഓക്കെ, so it is used to remove the undecomposed AgBr as soluble silver thiosulfate complex. This is sodium argento thiosulfite complex. Okay, so which is the correct option? Option 3 will be the correct option. Okay, among the following statements, which is true about boron compounds? BF3 is least Lewis acid among the boron halide. BF3, you must note that BF3 is sp2 hybridized. sp2 hybridized. sp2 hybridized അല്ലേ BF3 അല്ലേ? അങ്ങനെ ആണെങ്കിൽ BF3 എടുത്തു നോക്കുമ്പോൾ you know that it is a Lewis acid. Why it become Lewis acid? Because it is deficient of electrons. The species having deficiency of electrons is known as Lewis acid. Since this possesses deficiency of electron, it is a Lewis acid. Okay, അങ്ങനെയാണെങ്കിൽ 2 ഇലക്ട്രോണിന് ഡെഫിഷ്യൻസി ഇവനുണ്ട്. ബട്ട് ഇതിൻ്റെ ഡെഫിഷ്യൻസിനെ കോപ്പപ്പ് ചെയ്യാൻ the lone pair from fluorine will migrate here. This process is known as back bonding. Okay, ഫ്ലൂറിൻ്റെ ഓർബിറ്റൽ ചെറുതായതുകൊണ്ട്, ഫ്ലൂറിൻ്റെ p ഓർബിറ്റൽ, ഫ്ലൂറിൻ്റെ 2p ഓർബിറ്റൽ ചെറുതായതുകൊണ്ട് the back bonding will be effective. Back bonding effective ആണെങ്കിൽ എന്താ? എഫക്റ്റീവ് ബാക്ക് ബോണ്ടിങ് ഉള്ള ആളുകൾക്ക് സ്റ്റെബിലിറ്റി കൂടുതൽ കിട്ടും.
അഥവാ ഈ BF3ക്ക് നമ്മൾ വിചാരിക്കുന്ന അത്ര ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ഉണ്ടാവില്ല. ഇതിൻ്റെ ബാക്ക് ബോണ്ടിങ് കാരണം ഇതിൻ്റെ ഇലക്ട്രോൺ ഡെഫിഷ്യൻസിനെ ഒരു പരിധി വരെ മറികടന്നിട്ടുണ്ടാവും. ഇലക്ട്രോൺ ഡെഫിഷ്യൻസി കുറഞ്ഞാൽ ലൂയിസ് ആസിഡിൻ്റെ സ്ട്രെങ്ത് കുറയുമെന്നറിയാം. അതുകൊണ്ട് തന്നെ ഈ ബോറോൺ ട്രൈഹാലൈഡ്സിൽ ലൂയിസ് ആസിഡ് സ്ട്രെങ്ത് ഏറ്റവും കുറവുള്ളത് ആർക്കാണെന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട, ഇറ്റ് വിൽ ബി ഫോർ BF3. ദ ഓർഡർ ഓഫ് ആസിഡിക് സ്ട്രെങ്ത് ഈസ് BF3, BCl3, BBr3 and Bi3. Okay, this will be the order of acidic strength because the efficiency or strength of back bonding will be very effective in BF3. Okay, so its Lewis acidic strength will be very small. Okay, next. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? This statement is correct statement, true statement. ഇത് തന്നെ BCl3 do not hydrolyze. ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റാ. കാരണം BCl3 react with water, then what will happen? It forms H3PO3 and HCl. Why? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BCl3 is electron deficient. അതുകൊണ്ട് വാട്ടറിൽ നിന്ന് ഇലക്ട്രോൺ പെയേഴ്സിനെ സ്വീകരിക്കാൻ ആർക്ക് താല്പര്യമുണ്ടാവും? BCl3ക്ക്. അതുകൊണ്ട് ഹൈഡ്രോളിസിസ് പോസിബിൾ ആണ്. സോ ദിസ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. B2H6 do not have a banana bond. B2H6 എന്ന് പറയുന്ന ഡൈബൊറൈൻ ആണ് നമ്മൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ബനാന ബോണ്ടിങ്ങിന് പറയാറ്. ബനാന ബോണ്ട് ഓർ 3-centered 2 electron bond. Okay. Borax has acidic nature. You know that borax is Na2B4O710H2O. Another name is tincal. Okay. You know that this is a salt formed from NaOH and H3PO3 or boric acid. So this is a salt of a strong base and weak acid. അല്ലെ, സ്ട്രോങ് ബേസിൻ്റെയും വീക്ക് ആസിഡിൻ്റെയും സാൾട്ട് ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആരുടെ സ്വഭാവമായിരിക്കും ഉണ്ടാവുക? ഇവിടുത്തെ സ്ട്രോങ് പാർട്ട് ആരാ? ബേസിക് അല്ലേ. അപ്പോൾ സൊല്യൂഷൻ്റെ ഹൈഡ്രോളിസിസിൽ pH 7നേക്കാൾ കൂടുതലായിരിക്കും. അഥവാ സൊല്യൂഷൻ എന്തായിരിക്കും? ബേസിക് ആയിരിക്കും. ഓക്കെ, ബേസിക്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. സോ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് 1. എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. Number and type of bonds between 2 boron atoms in B2 molecules. B2 മോളിക്യൂൾ എടുക്കുക. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് C2 മോളിക്യൂളും B2 മോളിക്യൂളും ഓർത്ത് വെക്കണം. B2 മോളിക്യൂളിൻ്റെ കേസിൽ എന്താ B2? 10 ഇലക്ട്രോൺ സിസ്റ്റം അല്ലെ. 14 ഇലക്ട്രോണിന് താഴെയുള്ള മോളിക്യൂൾസിൻ്റെ എങ്ങനെയാ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി പ്രകാരം നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാ? σ1s2, σ*1s2, σ2s2, σ*2s2. അത് കഴിഞ്ഞിട്ട് π to px equal to π to py. ഓരോ ഇലക്ട്രോൺ വീതം. ഓക്കെ, ക്യാൻ വി കാൽക്കുലേറ്റ് ദ ബോണ്ട് ഓർഡർ? ഹൗ വിൽ യു കാൽക്കുലേറ്റ് ദ ബോണ്ട് ഓർഡർ? ഹാഫ് ഇൻറ്റു NP minus NA. Half into number of electrons in bonding molecular orbital 2 plus 2 4, 4 plus 2 6 minus 2 plus 2 4 will be the electrons in anti-bonding molecular orbital. So it is 2 by 2 1. Bond order 1 എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബോണ്ടേ ഉണ്ടാവുള്ളൂ. ഇനി അവസാന ഇലക്ട്രോൺസ് പോയ ഓർബിറ്റൽ നോക്കുക. 2 ഇലക്ട്രോണും പോയിരിക്കുന്നത് പൈ ഓർബിറ്റലിലേക്കാണ്. So the last electron enters into pi orbital since they make a pi bond. So ഇതിൽ ഒരു ബോണ്ട് ഉണ്ട്, അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? പൈ ബോണ്ട്. ഓക്കെ, നിങ്ങൾക്കറിയാം C2 മോളിക്യൂളിൻ്റെ കേസിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. ആ ഡബിൾ ബോണ്ടിലെ 2 ബോണ്ടും എന്താണ്? പൈ ബോണ്ടാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഏത് വെച്ചിട്ടാണ്? ഇതേപോലെ MOT എഴുതിയിട്ടാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ 1 പൈ. ഓക്കെ, which one of the following orders is not in accordance with the property stated against it? ഇത് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ബോണ്ട് ലെങ്ത്തിൻ്റെ ഓർഡറാണ് പറഞ്ഞിരിക്കുന്നത്. ബോണ്ട് ലെങ്ത് എന്ന് പറയുമ്പോൾ ആറ്റത്തിൻ്റെ സൈസ് കൂടും തോറും
ആറ്റത്തിൻ്റെ സൈസ് കൂടുന്തോറും ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ബോണ്ട് ലെങ്ത് ഏറ്റവും കൂടുതൽ വരേണ്ടത് ആർക്കാ? അയോഡിൻ, പിന്നെ ബ്രോമിൻ, പിന്നെ ക്ലോറിൻ, പിന്നെ ഫ്ലൂറിൻ. ഓക്കെ, അപ്പോൾ ഈ ഓർഡർ തെറ്റാണ്. കറക്റ്റ് ആൻസർ 1 ആണ്. ഓക്സിഡൈസിങ് പവർ ഇത് തന്നെയാണ്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ തന്നെയാണ് ഓക്സിഡൈസിങ് ഏജന്റ് സ്ട്രെങ്ത്. അസിഡിക് പ്രോപ്പർട്ടിയും കറക്റ്റാണ്. ബോണ്ട് എനർജിയും കറക്റ്റാണ്. വൈ? നിങ്ങൾ ഓർത്ത് വെക്കണം, ഫ്ലൂറിന് സൈസ് കുറവാണെങ്കിലും ഫ്ലൂറിൻ്റെ ലോൺ പെയേഴ്സ് ഇവിടെ ഉണ്ട്. ദ ലോൺ പെയേഴ്സ് ഓഫ് ഫ്ലൂറിൻ റിപ്പൽ ഈച്ച് അതർ. അങ്ങനെ റിപ്പൽഷൻ ഉണ്ടെങ്കിൽ ലോൺ പെയറും തമ്മിൽ എപ്പോഴും അടിയാ. അങ്ങനെയാണെങ്കിൽ റിപ്പൽഷനാ. അതുകൊണ്ട് തന്നെ അവിടെ സ്റ്റെബിലിറ്റി കുറവായിരിക്കും, പെട്ടെന്ന് ബോണ്ടിനെ തകർക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഓഫ് ഫ്ലൂറിൻ ഈസ് എക്സെപ്ഷണലി ലോ. അതെന്തുകൊണ്ടാണെന്ന് അറിയാമല്ലോ, ഡ്യൂ ടു ദ ലോൺ പെയർ റിപ്പൽഷൻ. ഓക്കെ, സോ ദ ഓർഡർ ഈസ് കറക്റ്റ് ഓർഡർ. അപ്പോൾ തെറ്റായത് ഓപ്ഷൻ 1. ഇത് കാനിസാറോ റിയാക്ഷനെ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കാനിസാറോ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, അതിൽ മെക്കാനിസം അറിഞ്ഞാൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന് നമുക്ക് മെക്കാനിസം നോക്കാം. അധിക പേർക്കും അറിയുന്നുണ്ടാവും. വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2 റിയാക്ഷൻസ് ആണ് കാനിസാറോയും ആൾഡോൾ കണ്ടൻസേഷനും. പഠിച്ചിരിക്കണം. ഓക്കെ, കാനിസാറോ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ആദ്യം നിങ്ങൾ ഓർത്തു വെക്കുക? കാനിസാറോ റിയാക്ഷൻ തരുന്നത് ആരാണ്? ദേ വിൽ ആൽഡിഹൈഡ്സ് which do not have alpha hydrogen. അല്ലേ, ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആളുകളാണ് കാനിസാറോ റിയാക്ഷൻ തരാം. ഓക്കെ, എക്സാമ്പിൾ പറയുമ്പോൾ ഫോർമാൽഡിഹൈഡും ഇവിടെ ക്വസ്റ്റ്യനിൽ തന്ന ബെൻസാൽഡിഹൈഡും. ഓക്കെ, ബെൻസാൽഡിഹൈഡും. ഓക്കെ ഓക്കെ ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, റിയാക്ഷൻ നടക്കുമ്പോൾ യൂസ് ചെയ്യേണ്ടത് കോൺസെൻട്രേറ്റഡ് KOHO NaOHO പോലുള്ള സ്ട്രോങ് ബേസുകളാവണം. ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിരിക്കണം. ആൾഡോൾ കണ്ടൻസേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടുത്തെ കണ്ടീഷൻസ് വരാം. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട്. എന്താ? ഇവിടെ നടക്കുന്ന റിയാക്ഷനിൽ ഹീറ്റിംഗ് അത്യാവശ്യമാണ്. ഹീറ്റിംഗ് ഓൾസോ റിക്വയർഡ്. ഇത് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷന് എക്സാമ്പിളാണ്. ഡിസ്പ്രപ്പോർഷനേഷൻ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, സൈമൾട്ടേനിയസ് ഓക്സിഡേഷനും റിഡക്ഷനും ഉണ്ടാവും. ഓക്സിഡേഷൻ പ്ലസ് റിഡക്ഷൻ. ഓക്കെ, നിങ്ങൾ പറ, ആൽഡിഹൈഡിന് ഓക്സിഡേഷൻ സംഭവിച്ചാൽ അത് എന്താവും? കാർബോക്സിലിക് ആസിഡ് ആവും. എല്ലാവർക്കും അറിയാം അല്ലേ? നേരെ തിരിച്ച് ആൽഡിഹൈഡിന് റിഡക്ഷൻ നടന്നാൽ അത് ആൽക്കഹോൾ ആവും. ഇത് രണ്ടും സൈമൾട്ടേനിയസ് ആയി നടക്കുന്ന റിയാക്ഷനാണ് ഡിസ്പ്രപ്പോർഷനേഷൻ. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇവിടുത്തെ പ്രൊഡക്റ്റിനെ ഒന്ന് അനലൈസ് ചെയ്യാം. ഞാൻ ഫോർമാൽഡിഹൈഡിൻ്റെ കേസ് എടുത്തിട്ടാണ് എഴുതുന്നത്. നിങ്ങൾക്ക് അറിയണം, ഫോർമാൽഡിഹൈഡിന് സംഭവിക്കുന്ന പോലെ തന്നെയാണ് ബെൻസാൽഡിഹൈഡിന് സംഭവിക്കുന്നത്. ഇവിടെ ഹൈഡ്രജൻ മാറ്റിയിട്ട് എന്ത് കൊടുത്താൽ മതി? C6H5 കൊടുത്താൽ മതി. ഓക്കെ, എന്താ ഉണ്ടാവുക? 2 മോളിക്യൂൾ HCHOനെ എടുത്ത് കോൺസെൻട്രേറ്റഡ് KOHൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യിപ്പിക്കുക, ഹീറ്റും ചെയ്യണം. സോ ഇറ്റ് വിൽ ഫോം HCOO Na പ്ലസ് CH3OH. ഇത് ഉണ്ടാവുന്നതിന് പിന്നിലുള്ള മെക്കാനിസമാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എങ്ങനെ മെക്കാനിസം എഴുതാൻ തുടങ്ങും? HC ഡബിൾ ബോണ്ട് OH അല്ലേ? ഈ ഒരു ഫോർമാൽഡിഹൈഡ് ഉള്ള സിസ്റ്റത്തിലേക്ക് ഞാൻ KOHനെ ആണ്, കോൺസെൻട്രേറ്റഡ് KOHനെ ആണ് ഇട്ടത്. കോൺസെൻട്രേറ്റഡ് KOHൽ നിന്ന് OH മൈനസ് എന്ന് പറയുന്ന ആൾ ജനറേറ്റ് ചെയ്യും. ഇറ്റ് ഈസ് എ ന്യൂക്ലിയോഫൈൽ. അവന് താല്പര്യം പോസിറ്റീവ് ചാർജിനോടാ. ഈ കാർബണും ഓക്സിജനും ഉണ്ട്. അതിലെ ഓക്സിജൻ ഇലക്ട്രോ നെഗറ്റീവ് ആണെന്നറിയാം, പാർഷ്യൽ നെഗറ്റീവ് ചാർജ്. കാർബണിൽ കാർബൺ ഹാസ് എ പാർഷ്യൽ പോസിറ്റീവ് ചാർജ്. ആസ് എ റിസൾട്ട് ദിസ് OH മൈനസ് വിൽ അറ്റാക്ക് ഓൺ ദിസ് കാർബൺ ഡെൽറ്റ പോസിറ്റീവ്. ഓക്കെ, ഈ OH മൈനസ് ഡെൽറ്റ പോസിറ്റീവിൽ വന്ന് അറ്റാക്ക് ചെയ്യും. അങ്ങനെ അറ്റാക്ക് ചെയ്താൽ ഇവിടുത്തെ ഈ ഡബിൾ ബോണ്ട് ഇവിടേക്ക് നെഗറ്റീവായി പോകും. ദെൻ ഇറ്റ് വിൽ ബിക്കം
CHO minus HOH. This is the first step, that is the attack of a nucleophile. Attack of a OH minus. അടുത്ത സ്റ്റെപ്പിൽ എന്താ സംഭവിക്കാന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് HCO മൈനസ് പിന്നെ HOH. ഓക്കെ, ഇനി അതിൻ്റെ കൂടെ ഉള്ളത് ഒരു മോളിക്യൂൾ കൂടി ഉണ്ട്, എന്താ? ഫോർമാൽഡിഹൈഡ്. ശരിയല്ലേ? ഒരു മോളിക്യൂൾ കൂടി ഉണ്ട്, എന്താ? ഫോർമാൽഡിഹൈഡ്. അടുത്ത സ്റ്റെപ്പിൽ എന്താ സംഭവിക്കാന്ന് ചോദിച്ചാൽ ഈ കാർബണും ഡെൽറ്റ പോസിറ്റീവായി നിൽക്കുന്നുണ്ട്, ഓക്സിജൻ ഡെൽറ്റ നെഗറ്റീവായി നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അടുത്ത സ്റ്റെപ്പിൽ ഈ നെഗറ്റീവ് ചാർജിന് എന്തായി വരാൻ താല്പര്യം? ഡബിൾ ബോണ്ടായി. അങ്ങനെ ഡബിൾ ബോണ്ട് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഈ കാർബണിന് 5 വാലൻസി വരും. പോസിബിൾ ആണോ? അപ്പോൾ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യണം. OH ബോണ്ട് അഥവാ കാർബൺ OH ബോണ്ട് ബ്രേക്ക് ചെയ്ത് OH മൈനസ് റിലീസ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഒരു കുഴപ്പമുണ്ടാകും. ഇവിടെ സിസ്റ്റത്തിൽ KOH ആണ് യൂസ് ചെയ്തത്. KOH യൂസ് ചെയ്തുകൊണ്ട് K പ്ലസും OH മൈനസും സ്ട്രോങ് ഇലക്ട്രോളൈറ്റ് ആയതുകൊണ്ട് K പ്ലസിൻ്റെയും OH മൈനസിൻ്റെയും കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണ്. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് OH മൈനസ് പോയി കഴിഞ്ഞാലും ഇത് എന്തായിരിക്കും ഉണ്ടാവുക? ഇത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ കൂടും, വീണ്ടും റിയാക്ഷൻ ഇങ്ങോട്ട് തന്നെ വരും, അല്ലേ? ലെ-ഷാറ്റ്ലർ പ്രിൻസിപ്പിൾ. അതുകൊണ്ട് ഇതൊരിക്കലും എന്തല്ല, പോസിബിൾ അല്ല. ഇനി ഒരു പോസിബിലിറ്റിയാ ഇവിടെ ഉള്ളത്, എന്താ? ഈ ഹൈഡ്രൈഡ് അയോൺ ബ്രേക്ക് ചെയ്യുക. ഈ കാർബൺ ഹൈഡ്രജൻ ബോണ്ടിലെ ഏതെങ്കിലും ബോണ്ട് ബ്രേക്ക് ചെയ്യുക. അതിൽ ഈ ഹൈഡ്രൈഡ് അയോൺ H മൈനസ് ബ്രേക്ക് ചെയ്യും. This H minus will attack here. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ ഉണ്ടാവുക? ദിസ് ഈസ് ദ അറ്റാക്ക് ഓഫ് ഹൈഡ്രൈഡ് അയോൺ. which is the slowest step in Cannizzaro reaction. ഇതാണ് ഇതിലെ സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. എന്താ ഇതിൽ ഉണ്ടാവുക? ഈ H മൈനസ് പോയി കഴിഞ്ഞാൽ ഇത് ഓക്സിജൻ ഡബിൾ ബോണ്ട് ആയി ഇവിടെ വന്നു, പിന്നുള്ളത് H, ഇവിടെ OH. ഓക്കെ, ദെൻ അതിൻ്റെ കൂടെ ഇവിടെ ഒരാൾ ഏതാ? C, ഇവിടുത്തെ ഓക്സിജൻ, ഇവിടുത്തെ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് പോയിട്ടുണ്ടാവും, O മൈനസ്. ഇത് H, ഇതിലേക്കാണ് ഇവിടെ നിന്ന് ഒരു H വന്നത്, അല്ലേ? Then this will be like this. And you know that this system contain lot of K plus. In order to compensate this O minus, this K plus will come here, then it will form like this. Okay, now the system contains this is HCOOH and CH3OK. Okay, since this is an acid, it react or it gives H plus. ഇത് H പ്ലസിനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഇറ്റ് വിൽ ഫോം HCOOK and CH3OH. We got the product, that is potassium formate and methanol. Okay, അങ്ങനെയാണെങ്കിൽ ഇതിലെ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഹൈഡ്രൈഡ് അയോണ് പോയി അറ്റാക്ക് ചെയ്യുന്ന സ്റ്റെപ്പാണ്. ഇറ്റ് വിൽ ബി ദ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഇൻ കാനിസാറോ റിയാക്ഷൻ. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ ഇതിലെ സ്റ്റെപ്പുകളാണെങ്കിലും ഇതിലെ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ട്രാൻസ്ഫർ ഓഫ് ഹൈഡ്രൈഡ് അയോൺ ടു കാർബോണിൽ ഗ്രൂപ്പ്. ഇതിലെ ഹൈഡ്രൈഡ് അയോണ് നോക്ക് നിങ്ങൾ, ഇതിലെ ഹൈഡ്രൈഡ് അയോണ് ഈ കാർബോണിൽ ഗ്രൂപ്പിലെ കാർബണിലേക്ക് ട്രാൻസ്ഫർ ആയി അറ്റാച്ച് ചെയ്യുന്ന സ്റ്റെപ്പാണ് ഇതിലെ ഏറ്റവും സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. ദ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് വിൽ ബി ദ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് ഇൻ കോംപ്ലക്സ് റിയാക്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ മേജർ പ്രൊഡക്റ്റ് ഫോം ഇൻ E2 റിയാക്ഷൻ. E2 റിയാക്ഷനിലെ മേജർ പ്രൊഡക്റ്റ് ഏതാണ്? E2 റിയാക്ഷനിലെ മേജർ പ്രൊഡക്റ്റ് തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾക്കറിയണം E2 റിയാക്ഷൻ നടക്കുമ്പോൾ അത് ഒറ്റ സ്റ്റെപ്പിൽ ട്രാൻസിഷൻ സ്റ്റേറ്റിലൂടെ നടക്കുന്ന റിയാക്ഷനാണ്. E2 റിയാക്ഷൻ്റെ ഒരു നെസസറി കണ്ടീഷനാണ് ഇറ്റ് ഷുഡ് പ്രോസസ് ട്രാൻസ് പെരിപ്ലനാർ ജോമെട്രി.
ഓക്കെ, ട്രാൻസ് പെരിപ്ലനാർ ജോമെട്രി ഉണ്ടായിരിക്കണം. എന്താ ട്രാൻസ് പെരിപ്ലനാർ ജോമെട്രി? നമ്മൾ പറയുന്ന ഈ E2 എലിമിനേഷനിൽ റിലീസ് ചെയ്യുന്നുണ്ട് ആരൊക്കെ? ഹൈഡ്രജനും ഹാലജനും. ബട്ട് ദിസ് ഹൈഡ്രജൻ ആൻഡ് ഹാലജൻ ഷുഡ് ബി ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ, വിൽ ബി ഇൻ ട്രാൻസ്പോസിഷൻ ടു ഈച്ച് അതർ. ഹൈഡ്രജൻ ആൻഡ് ഹാലജൻ മസ്റ്റ് ബി ഇൻ ട്രാൻസ്പോസിഷൻ and should be lie in one plane. ഓക്കെ, ആദ്യം നിങ്ങൾ ഇതിനെ കിട്ടണമെങ്കിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്താൽ മാത്രമേ, ഈ ഭാഗം ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മാത്രമേ ഹൈഡ്രജൻ താഴോട്ട് വരൂ. ഓക്കെ, ഈ ഹൈഡ്രജനും ബ്രോമിനും ഒരേ പ്ലെയിനിലായിരിക്കണം. ഓക്കെ, എന്നിട്ട് ഇതിൽ നിന്ന് ബ്രോമിനും ഹൈഡ്രജനും ഒഴിവാക്കുക. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഇതിനെ ആദ്യം ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ get like this. The C2H5 will be on dash, part of dash, and this will be solid beds. Okay, ഇതിന്റെ കോൺഫിഗറേഷൻ നോക്കുക. ഇത് CH3, H. Okay, ഇവിടെ യൂസ് ചെയ്ത റിയേജന്റ് ഏതാ? CH3ON. സ്ട്രോങ് ബേസ് ആണ് അല്ലേ, സോഡിയം ആൽക്കോക്സൈഡ് ആണ് അല്ലേ. എന്തായാലും ഇവിടെ നോക്കുക, ഇപ്പോൾ ഇവർ രണ്ടുപേരും ഹൈഡ്രജനും ബ്രോമിനും ഓപ്പോസിറ്റായി രണ്ടുപേരും ഒരേ പ്ലെയിനിലാണ്. ഇനി ഇവിടുന്ന് ഹൈഡ്രജനും ഇവിടുന്ന് ബ്രോമിനും എലിമിനേറ്റ് ചെയ്യും. അങ്ങനെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ട്രാൻസ് പെരിപ്ലനാർ ജോമെട്രി ആണ്. ഇനി എലിമിനേഷൻ നടന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് C ഡബിൾ ബോണ്ട് C, CH3, CH3, C2H5, H. ഇത് ഓപ്പോസിറ്റ് സൈഡ് ആയതുകൊണ്ട് ട്രാൻസ് ആണ് ഉണ്ടാവുന്നത്, ട്രാൻസ്. Okay, so what will be the major product formed? The major product formed will be trans 3-methyl 2-pentene. Okay, trans 3-methyl 2-pentene. Okay, next question. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഉൾപ്പെടുത്തിയത് ഇപ്പോഴത്തെ JEE മെയിൻ എക്സാമിനേഷൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഡിസ്കഷൻ ഇത് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചത്. സർഫസ് കെമിസ്ട്രിയിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻ JEE മെയിൻ എക്സാമിനേഷന് വന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് some type of gel like gelatin lose water slowly. This process is known as, that is known as weeping of gel. Gel കരയുകയാണ് അല്ലേ, weeping of gel. ചില ജെല്ലുകളിൽ നിന്ന് വാട്ടർ എന്ത് ചെയ്യും? ലൂസ് ചെയ്യും. ജെൽ എന്ന് പറഞ്ഞാൽ അറിയാം, ഡിസ്പേർഷൻ മീഡിയം സോളിഡും ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡും ആയിരിക്കും. ആ ലിക്വിഡ് റിമൂവ് ചെയ്തു പോയാൽ അഥവാ വാട്ടർ റിമൂവ് ചെയ്തു പോയാൽ ഈ ജെല്ല് കുറച്ചും കൂടി എന്താവും? ഹാർഡാവും. ജെൽ ബിക്കം ഹാർഡ്. ഓക്കെ, ജെൽ ഹാർഡൻസ്. ഈ പ്രോസസ്സിനെയാണ് വീപ്പിംഗ് ഓഫ് ജെൽ അഥവാ സൈനസിസ് എന്ന് പറയുന്നത്. അതാണ് കറക്റ്റ് ഓപ്ഷൻ. തിക്സോട്രോപ്പി എന്താണെന്നറിയാം. തിക്സോട്രോപ്പി ഈസ് ദ interconversion of gel and salt. Interconversion between gel and salt. പെപ്റ്റൈസേഷൻ നമ്മൾ പിന്നെ പറയുന്നതാണ്. കൊളോയിഡിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡാണ് എന്ത്? പെപ്റ്റൈസേഷൻ. ഓക്കെ, ഇംബൈബേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അടുത്തത് അപ്പോൾ ഓപ്ഷൻ 1 വിൽ ബി ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്തത് റിക്വയർഡ് എമൗണ്ട് ഓഫ് ക്രിസ്റ്റലൈൻ ഓക്സാലിക് ആസിഡ് ഇക്വലന്റ് വെയിറ്റ് തന്നിട്ടുണ്ട് 63 ടു പ്രിപ്പയർ N/10 25 milliliter ഓക്സാലിക് ആസിഡ് സൊല്യൂഷൻ ഈസ്. ഇത് ബേസ് ആണ്, വളരെ ബേസ് ആണ്. ഞാൻ ബേസ് ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നോർമാലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് ബൈ വോളിയം. ഓക്കെ, നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? number of gram equivalents is equal to given mass by equivalent mass or equivalent weight. Okay, അങ്ങനെ ആണെങ്കിൽ ഇക്വേഷനിലെ നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസിന് പകരം ഇത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കാം. ഞാൻ ഒരു ഇക്വേഷൻ കാണാതെ പഠിക്കാതെ ഇക്വേഷൻ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പഠിക്കാറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. നോർമാലിറ്റി ഈസ് ഈക്വൽ ടു എന്താ? ഗിവൺ മാസ് ബൈ ഇക്വലന്റ് മാസ്
അല്ലെ. ഇപ്പൊ നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസിന് പകരക്കാരനായി ഇൻറ്റു 1 വോളിയം, വോളിയം മില്ലി ലിറ്ററിലാണെങ്കിൽ ലിറ്ററിലേക്ക് മാറ്റാൻ ബൈ 1000. ഓക്കെ, ഇതാണ് നിങ്ങൾ പഠിച്ച ഇക്വേഷൻ. എന്താ നോർമാലിറ്റിക്ക് ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു കാണും. എന്താ WB or WB by equivalent mass of B into volume into 1000. ഓക്കെ, ഇവിടെ നോർമാലിറ്റിയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. നോർമാലിറ്റി 1/10, ഇക്വലന്റ് മാസ് WB, വെയിറ്റ് കണ്ടുപിടിക്കണം. നമുക്കതാണ് കണ്ടുപിടിക്കേണ്ടത്. റിക്വയർഡ് എമൗണ്ട് WB into 1000 by equivalent mass 63 into volume is 25 milliliter. ഓക്കെ, ഇത് കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇക്വൽ എമൗണ്ട് WB. ഹൗ? 63 into 25 by 1000 into 10, that is 10,000. ഓക്കെ, ഇത് ചെയ്താൽ കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ ആൻസർ. ഓക്കെ, I think the answer will be 0.158 gram. Okay, next question. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കണ്ടെയ്നേഴ്സ് A and B have same gases. Pressure, volume and temperature of A are all twice as that of B. പ്രഷറും വോളിയവും ടെമ്പറേച്ചറും ഒക്കെ ബിനേക്കാളും 2 മടങ്ങാണ് അല്ലേ. Therefore, pressure of A is 2 times the pressure of B. Volume of A is 2 times the volume of B, and temperature of A is 2 times the temperature of B. And you know that ratio of number of moles ആ ചോദിച്ചിരിക്കുന്നത്. You know that number of molecules എന്ന് പറയുമ്പോൾ ratio of number of molecules ആ ചോദിച്ചിരിക്കുന്നത്. Number of molecules എന്ന് പറയുമ്പോൾ n number of molesൽ n into na നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും. അപ്പം റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചാൽ അത് തന്നെ ആയിരിക്കും എന്താ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. അതുകൊണ്ട് യു നോ ദാറ്റ് PV is equal to nRT, PaVa is equal to Na into RTA, PpVp is equal to NB into RTP. Dividing both sides will yield the equation like this. PaVa by PbVp, which is equal to Na by Np into R cancel ആയി പോയ Ta by Tp. ഓക്കെ, Pa ക്ക് പകരം 2Pp, Va ക്ക് പകരം 2Vp divided by Pb into Vp is equal to Na by Np into Ta ക്ക് പകരം 2Tp by Tp. ക്യാൻസൽ ചെയ്യുക, ബിബിം ക്യാൻസൽ ചെയ്യുക, പിബിം ക്യാൻസൽ ചെയ്യുക. 4 ഈ 2ഉം ക്യാൻസൽ ചെയ്ത Na by Np is equal to 2:1. So option must be 4. So the answer must be 4. Okay, next question. A reaction is 50% completed in 4 hours and 75% completed in 6 hours. ഇത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സീറോ ഓർഡറിൻ്റെയും ഫസ്റ്റ് ഓർഡറിൻ്റെയും ഒക്കെ ഇക്വേഷൻ അറിയണം. T12 for zero order is R0 by 2K. Okay, what is T75% or T3/4%? T75 is equivalent to T3/4. 75% എന്ന് പറഞ്ഞാൽ എന്താണ്? R gives P ആണ് നമ്മുടെ റിയാക്ഷൻ എങ്കിൽ ഇനീഷ്യലി 1 എടുക്കുമ്പോൾ ഇവിടെ ഇല്ല. 75% റിയാക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ 1 ഉള്ളതിലെ 3/4 എന്ത് ചെയ്തു? റിയാക്ട് ചെയ്ത് പോയി. ഇത് 3/4 പോയി, ഇവിടെ 3/4 ഉണ്ടായി. 1 ഉള്ളതിലെ 3/4 പോയാൽ ബാക്കി 1/4, ഇവിടെ 3/4 അല്ലേ? അങ്ങനെ ആണെങ്കിൽ നമ്മുടെ എക്സ്പ്രഷൻ എന്താ സീറോ ഓർഡറിൻ്റെ? നിങ്ങൾ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. R0 മൈനസ് R/K is equal to T. ഇവിടെ R0 എന്ന് പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ, അതിനെ 1 R0 എന്നെടുക്കാം. അവസാനം എത്രയായിരിക്കും റിയാക്റ്റന്റിന്റെ ഫൈനൽ കോൺസെൻട്രേഷൻ? ആഫ്റ്റർ T3/4, 3/4 ഓഫ് റിയാക്റ്റന്റ് വിൽ ബി റിയാക്റ്റഡ്. 3/4 റിയാക്ട് ചെയ്ത് പോയാൽ ബാക്കി എത്ര ഉണ്ടാവും? R0/4 ബാക്കി ഉണ്ടാവും, by K.
4R0 minus R0 is 3R0 by 4K. Or it can be written as 3 by 2 into R0 by 2K. And you know that R0 by 2K is T half. Therefore, it is 3 by 2 T half. ശരിയല്ലേ? Therefore, T 3 by 4 അഥവാ T 75% is equal to 3 by 2 T half. അല്ലേ? ഈ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ടി ഹാഫിന് R0 by 2K. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ഫോളോ സീറോ ഓർഡർ കൈനറ്റിക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ടി ഹാഫിൻ്റെ വാല്യൂ എത്രയാ പറഞ്ഞത്? 4 hours. ടി ഹാഫ് 4 hours ആണെങ്കിൽ നമുക്ക് നോക്കാം ടി 75% എന്ന് പറയുന്നത് 3/2 ടി ഹാഫ് ആയിരിക്കണം, 3/2 into 4 ആയിരിക്കണം, 3 into 2 ആയിരിക്കണം, 6 ആയിരിക്കണം. ക്വസ്റ്റ്യനിൽ 6 ആണോ പറഞ്ഞത്? യെസ്, 6 hours. സോ ഇറ്റ് ഈസ് സീറോ ഓർഡർ. അഥവാ സീറോ ഓർഡർ അല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഓർഡറിൻ്റെ ഇക്വേഷനിൽ കണക്ക് കൂട്ടി നോക്കണം. ഫസ്റ്റ് ഓർഡറിൻ്റെ ഒരു ടി ഹാഫ് എന്ന് പറയുന്നത് 50%, 2 ടി ഹാഫ് എന്ന് പറയുന്നതാണ് 75%. അല്ലേ? ഇത് 2 ടി ഹാഫ് എന്ന് പറയുമ്പോൾ അപ്പോൾ 8 hours ആവണമായിരുന്നു എന്ത് ഈ റിയാക്ഷൻ ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ 75%. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ. 3 Farad electricity was passed through molten iron 3 bromide. FeBr3 അല്ലേ? അപ്പോൾ ഇത് +3 അല്ലേ? +3 means 3 Farad is required for deposit its atomic mass 56 gram. Okay, so 56 gram will be the correct answer. Okay, next. Determine the solubility of silver chromate at 298 Kelvin given its KSP value. ഓക്കെ, ഇത് വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. KSP തന്നിട്ടുണ്ട്. KSP is equal to എങ്ങനെ കണ്ടുപിടിക്കും? സിൽവർ ക്രൊമേറ്റ് അല്ലേ? എന്താ? Ag2CrO4 ഡിസോസിയേറ്റ് ഇൻടു 2Ag പ്ലസ് ആൻഡ് CrO4 2-. അങ്ങനെയാണെങ്കിൽ ഇത് 2s, ഇത് s. KSPയുടെ എക്സ്പ്രഷനിൽ കൊടുക്കുമ്പോൾ 2s the whole square into s, that is equal to 4s3. 4s3 കൊടുക്കുമ്പോൾ 4s3ൻ്റെ വാല്യൂ ആണ് 4 into 10⁻⁻². ഇത് വെട്ട s³ will be equal to 10⁻⁻². s is equal to 10⁻⁻² all raised to 1/3, that is 10⁻⁻4. Okay, so option 1 will be the correct answer. Okay, ഇനി ഇത് തെർമോഡൈനാമിക്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഇക്വേഷൻസിൻ്റെ ബേസിസിൽ എന്തിൻ്റെ എൻതാൽപ്പി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ഈ carbon plus 2H2 gives CH4. This is the enthalpy of formation of CH4. എങ്ങനെ മനസ്സിലായി? 1 mol CH4 ഉണ്ടായി. എവിടെ നിന്ന്? എലമെൻസിൻ്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ നിന്ന്. ഓക്കെ, അതിനുവേണ്ടി ഇവിടെ കുറേ റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. ദിസ് ഇസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ്, ദിസ് ഇസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് വാട്ടർ, ദിസ് വിൽ ബി ദ റിയാക്ഷൻ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ബിറ്റ്വീൻ കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. എൻതാൽപ്പി ഓഫ് റിയാക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ സിഗ്മ എൻതാൽപ്പി ഓഫ് പ്രൊഡക്ട്സ് മൈനസ് സിഗ്മ എൻതാൽപ്പി ഓഫ് റിയാക്ടൻസ്. ഓക്കെ, എൻതാൽപ്പി ഓഫ് പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ആരൊക്കെയാണ് പ്രൊഡക്റ്റ് ഈ റിയാക്ഷനിൽ? മീഥേനുമുണ്ട്, ഓക്സിജനുമുണ്ട്. ഓക്സിജന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ എൻതാൽപ്പി എത്രയാണ്? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ അറ്റ് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് വിൽ ബി ഈക്വൽ ടു 0. Therefore എന്താ ഇവിടെ എൻതാൽപ്പി ഓഫ് മീഥേൻ മൈനസ് എൻതാൽപ്പി ഓഫ് കാർബൺ ഡയോക്സൈഡ് പ്ലസ് 2 into എൻതാൽപ്പി ഓഫ് വാട്ടർ. ഓക്കെ, എൻതാൽപ്പി ഓഫ് മീഥേൻ അറിയില്ല, പക്ഷെ ഈ റിയാക്ഷൻ്റെ എൻതാൽപ്പി തന്നിട്ടുണ്ട്. എത്രയാ? 890.3. ഇത് അറിയില്ല, ഇത് രണ്ടും അറിയാം. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? എൻതാൽപ്പി ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇവിടെ ഉണ്ട്. എത്രയാ? -393. ഇത് 2 into -285.8. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് എൻതാൽപ്പി ഓഫ് enthalpy of formation of methane, that will be equal to -74.8, I think. Okay, option 2 will be the correct answer. Okay, ചെയ്തു നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് നൈട്രസ് ആസിഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് നൈട്രസ് ആസിഡ് തന്നിട്ടുണ്ട്. സോഡിയം നൈട്രേറ്റിൻ്റെയാണ് ചോദിച്ചിരിക്കുന്നത്. സോഡിയം നൈട്രേറ്റ് എന്ന് പറയുന്ന ആളുടെ കണ്ടുപിടിക്കണം. NaNO2. ഓക്കെ, ഈ സോഡിയം നൈട്രേറ്റിൻ്റെ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും?
നിങ്ങൾ മനസ്സിലാക്കുക, ദിസ് ഈസ് എ സാൾട്ട് ഓഫ് സ്ട്രോങ് ബേസ് പ്ലസ് വീക്ക് ആസിഡ്. സ്ട്രോങ് ബേസിൻ്റെയും വീക്ക് ആസിഡിൻ്റെയും സാൾട്ടിൻ്റെ ഹൈഡ്രോളിസിസിൻ്റെ പി എച്ചിൻ്റെ എക്സ്പ്രഷൻ എന്താ? പി എച്ച് ഇസ് ഈക്വൽ ടു 7+ ആണ്, ഹാഫ് ഇൻറ്റു പി ഓഫ് എന്താ KA പ്ലസ് log C. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് 7.97 കിട്ടും. ഓക്കെ, എക്സ്പ്രസ് ചെയ്ത് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, ഇനി ദ കറക്റ്റ് ഓർഡർ ഇൻ വിച്ച് ഓക്സിജൻ ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഇൻക്രീസസ്. നിങ്ങൾക്കറിയാം H2O2 ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. അതുകൊണ്ട് തന്നെ O2 ഇതിൽ 2 ഓക്സിജൻ ആയതുകൊണ്ട് O2ൻ്റെ ടോട്ടൽ 2- ആണ്. ഇത് O2 ആണ്, ഇത് O3 ആണ്. You know that bond order of O2, bond order of O2 can be calculated. It will be O2ൻ്റെ ബോണ്ട് ഓർഡർ എത്രയാ? 16 ഇലക്ട്രോൺ ഉള്ള സ്പീഷ്യസ് ആയ O2വിൻ്റെ ബോണ്ട് ഓർഡർ എത്രയാ? O2ൻ്റെ ബോണ്ട് ഓർഡർ 2 അല്ലേ? 14 ആണെങ്കിൽ 3 അല്ലേ? 14 ഇലക്ട്രോൺ ആണെങ്കിൽ ബോണ്ട് ഓർഡർ 3, 15 ആണെങ്കിൽ 2.5, 16 ആണെങ്കിൽ 2, 17 ആണെങ്കിൽ എന്താ? 17 ആണെങ്കിൽ ഇറ്റ് വിൽ ബി 1.5, 18 ആണെങ്കിൽ 1. ഇവിടെ O2 16 ആയതുകൊണ്ട് ബോണ്ട് ഓർഡർ 2, O2 2- 18 ആയതുകൊണ്ട് ബോണ്ട് ഓർഡർ 1. O3 എന്ന് പറയുന്നത് റെസണൻസ് ഉള്ള ആളാണ്, അവരുടെ ബോണ്ട് ഓർഡർ എന്താ? It will be 2 + 1/2, that is 1.5. ഓക്കെ, കാരണം എങ്ങനെ കണ്ടുപിടിക്കും? ഇങ്ങനെ റെസണൻസ് ഉള്ള ആൾക്കാരുടെ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാനുള്ള വഴി എന്താ? നമ്പർ ഓഫ് ബോണ്ട്സ് അഥവാ സിംഗിൾ ടോട്ടൽ ബോണ്ട്സ് ദാറ്റ് ഈസ് സിംഗിൾ ആണെങ്കിൽ 1, ഡബിൾ ആണെങ്കിൽ 2, ട്രിപ്പിൾ ആണെങ്കിൽ 3 divided by number of resonating structure. ഇവിടെ നിങ്ങൾ നോക്കുക, ടോട്ടൽ ബോണ്ട് ഓസോണിൽ എത്രയാ? 2 + 1 3 ഡിവൈഡഡ് ബൈ എത്ര റെസനേറ്റിംഗ് സ്ട്രക്ചർ വരയ്ക്കാം? 2, സോ 1.5. ഇപ്പോൾ ബോണ്ട് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ബോണ്ട് സ്ട്രെങ്ത് കൂടും. ബോണ്ട് ഓർഡർ കൂടിക്കഴിഞ്ഞാൽ ബോണ്ട് സ്ട്രെങ്ത് കൂടും. ബോണ്ട് ഓർഡർ ഏതിനാ കൂടുതൽ? O2. സോ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി വിൽ ബി ഹയസ്റ്റ് ഫോർ O2, then O3 ആൻഡ് then H2O2. ഓക്കെ, സോ the order will be the highest for O2, then for O3, H2O2, option 2. Okay, next question. ഇത് ഇക്വിലിബ്രിയത്തിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ഫോളോയിങ് ഇക്വിലിബ്രിയം ഇൻ gaseous phase N2O4 gives to NO2. NO2 is 50% of the total volume അല്ലേ? When equilibrium is set up, hence percentage dissociation of N2O4, എത്ര percentage N2O4 ഡിസോസിയേറ്റ് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? നോക്ക് നിങ്ങൾ, N2O4 gives to NO2 അല്ലേ റിയാക്ഷൻ? ഓക്കെ, ഇനീഷ്യലി ഞാൻ 1 എടുത്തു, അപ്പം ഇവിടെ ആളില്ല. ഓക്കെ, ഇവിടുന്ന് എക്സ് പോകുന്നു എന്ന് വിചാരിച്ചോ. ഞാൻ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഐസ് എഴുതിയിട്ടാണ് ചെയ്യാറ്. ഐസ് മീൻസ് ഇനീഷ്യൽ ചേഞ്ച് ഇക്വിലിബ്രിയം. ഇനീഷ്യൽ 1 മോൾ, അപ്പോൾ ഇവിടെ ആരുമില്ല. ഇവിടുന്ന് എക്സ് പോകുമ്പോൾ ഇവിടെ എത്ര ഉണ്ടാവും? 2x. ദെൻ ഇറ്റ് വിൽ ബി 1 - x. ഇവിടെ 2x അല്ലേ? ഇവിടുത്തെ 50% of the total volume. NO2 is 50% of the total volume when equilibrium is set up. Hence percentage dissociation of N2O4 എന്ന് പറഞ്ഞിട്ടുണ്ട്. Therefore, total number of moles at equilibrium will be 1 - x plus 2x. That is equal to 1 + x. Okay, total number of moles 1 + x ആണ് ഇക്വിലിബ്രിയത്തിൽ അല്ലേ? അങ്ങനെ ആണെങ്കിൽ ഇവിടെ ഇവർ പറഞ്ഞിട്ടുണ്ട് 50% NO2 ഉണ്ട് എപ്പോൾ? ഇക്വിലിബ്രിയം സെറ്റപ്പ് ആയപ്പോൾ അല്ലേ?
50% of NO2 will be present at the time of equilibrium അല്ലേ. ടോട്ടൽ വോളിയത്തിൻ്റെ 50% എന്ന് പറയുമ്പോൾ വോളിയം ഈസ് പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ പെർസെൻറ്റേജ് ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് NO2, പെർസെൻറ്റേജ് ഓഫ് NO2 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 2x ആണ് ഉള്ളത്, എത്രയില്ല 1 + x എന്ന് പറയുന്ന ടോട്ടലിൽ അല്ലേ, വിൽ ബി ഇൻറ്റു 100 വിൽ ബി 50 അല്ലേ. ഇത് വെട്ടുമ്പോൾ it will be 2. Therefore 4x is equal to 1 + x or 4x minus x, that is 3x is equal to 1, x is equal to 1/3. ഓക്കെ, എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 1/3. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, എത്ര ഡികമ്പോസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അളവല്ലേ. സോ പെർസെൻറ്റേജ് ഡികമ്പോസ്ഡ് വിൽ ബി ഈക്വൽ ടു 33.3%. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 90 ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ഓർഡർ ഓഫ് ClO ബോണ്ട് ലെങ്ത് ഇൻ ClO മൈനസ് ClO2 മൈനസ് ClO3 മൈനസ് ClO4 മൈനസ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ പറ്റണം. ഒന്നെങ്കിൽ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നെങ്കിൽ സ്ട്രക്ചർ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞ ഇക്വേഷൻ ടോട്ടൽ നമ്പർ ഓഫ് ബോണ്ട്സ് ഡിവൈഡഡ് ബൈ റെസനേറ്റിംഗ് സ്ട്രക്ചർ നോക്കാം. അല്ലെങ്കിൽ യു ക്യാൻ കാൽക്കുലേറ്റ് ദ ബോണ്ട് ഓർഡർ ബൈ an equation. Bond order is equal to valency of peripheral atom, that is surrounding atom, valency of peripheral atom plus charge on acid ion, charge on acid ion divided by charge on acid ion divided by total number of peripheral atom. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ഓപ്ഷൻസിലുള്ള ആൾക്കാരെ എടുക്കാം. ആദ്യം ClO4 മൈനസ് എടുക്കാം. ClO4 മൈനസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യണം. വാലൻസി ഓഫ് പെരിഫറൽ ആറ്റം, പെരിഫറൽ എന്ന് പറയുമ്പോൾ സറൗണ്ടിങ് ആറ്റമായ ഓക്സിജൻ്റെ വാലൻസി 2 പ്ലസ് ചാർജ് ഓൺ ആസിഡ് അയോൺ, ദാറ്റ് ഈസ് -1 ചാർജ് അല്ലേ. ആസിഡ് റാഡിക്കലിലുള്ള ചാർജ് -1. ഓക്കെ, ഇനി ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പെരിഫറൽ, ടോട്ടൽ നമ്പർ ഓഫ് സറൗണ്ടിങ് ആറ്റം എത്രയാ? 4. ദാറ്റ് ഈസ് 2 - 1/4. 1/4 is 0.25, so it is 1.75. Okay, therefore ClO3 മൈനസ് അല്ലേ. ClO3 മൈനസ് എടുക്കുമ്പോൾ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യണം. ചാർജ് ഓൺ ദ വാലൻസി ഓഫ് ദ പെരിഫറൽ ആറ്റം എന്ന് പറയുമ്പോൾ 2 തന്നെ പ്ലസ് -1/3, that is 2 - 1/3, 2 - 0.33, that is 1.66, 1.67 അത്ര കിട്ടും. ഓക്കെ, അടുത്ത ClO2 മൈനസ് ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു 2 - 1/2, that is 1.5. Therefore ClO minus bond order is equal to 2 - 1/1, that is 2. ഓക്കെ, ClO മൈനസിന് 2 വരും. അങ്ങനെയാണെങ്കിൽ ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ബോണ്ട് സ്ട്രെങ്ത് കൂടും. ബോണ്ട് സ്ട്രെങ്ത് കൂടിയാൽ ബോണ്ട് ലെങ്ത് കുറയും. അപ്പോൾ ഇതിലെ ബോണ്ട് ഓർഡർ ഏറ്റവും കൂടുതലുള്ളത് ClO മൈനസ്, അതിന് ബോണ്ട് ലെങ്ത് ഏറ്റവും കുറവായിരിക്കും. സോ ഇത് ഓർഡർ വിൽ ബി, ഓപ്ഷൻ വിൽ ബി 1. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയ കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ആൻസർ കീയിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ട്, നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.